ഇഷ്ടായോ? കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു ചങ്ങായി എന്നോട് അഭിപ്രായം പറഞ്ഞു, ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഈ സൈഡിലിരിക്കുന്ന ചേട്ടന്മാർക്കും ഒന്നും മനസ്സിലാവില്ല, അവർ ഈ സൈഡാണ് കാണുക, അതുകൊണ്ട് ഈ സൈഡ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടോ അവർക്ക് വേണ്ടിയിട്ട്. നിങ്ങളാകെ 4 ആളാണല്ലോ, എന്റെ എനിക്ക് ഒക്കുകയില്ല. വേഗം കയ്യടിച്ച് അടുത്ത കാണിച്ചിരിക്കല്ല. ഓക്കെ, കഴിഞ്ഞ സ്റ്റേജിൽ നിന്ന് ഒരു കൊച്ചുകുട്ടി എന്നെ വിളിച്ചു, നിങ്ങൾ ലാലേട്ടനെ മമ്മൂക്കാക്കി, മമ്മൂക്കാനെ ഒന്ന് ലാലേട്ടനാക്കി തരുമോ? അതും ആക്കി തരാം. ഇതെന്റെ വൃത്തികെട്ട മുഖം, ഇനി ഇത് മമ്മൂക്കയാണ്. അതാ ഇനി ഇവരെ ശബ്ദം ചെയ്യണ്ടേ അല്ലേ? നല്ലൊരു ഉഷാർ കിട്ടൂലേ? എല്ലാരും ടെസ്റ്റ് ചെയ്യാ, പല നടന്മാരെടുത്ത്. ഞാൻ മമ്മൂക്കാനെയാ ടെസ്റ്റ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ അന്നേരം വിവരം അറിയിക്കും, അതുകൊണ്ടാണ്. മമ്മൂക്കാൻ ചെയ്യട്ടെ? നന്നായാലും എനിക്ക് കയ്യേരി നന്നായി, മോശമായ സൗണ്ട് തന്നെ പറഞ്ഞാൽ മതി കേട്ടോ. സൈഡ് ഓപ്പറേറ്റർ നല്ല കയ്യേരി എടുക്കും സാറേ, പേടിക്കണ്ട, ഉഷാറാ കംപ്ലീറ്റ്. വടക്കൻ വീരകഥയിൽ മമ്മൂക്ക് ഉപയോഗിച്ച ആ സംഭാഷണം ചെയ്യട്ടെ. കുട്ടിമാരെന്നറിയണ്ടേ ചതിയൻ ചന്തുവിന്റെ ധീരനായ കഥ. കുട്ടിമാറുകൾ അറിഞ്ഞിരിക്കണം. പുത്തൂരം വീട്, കേൾവി കേട്ട പുത്തൂരം വീട്. അമ്മ പലപ്പോഴും പറയായിരുന്നു, പുത്തൂരം വീട് തിരുവനന്തപുരം. പക്ഷേ എനിക്ക് ആ വീട് സ്വന്തം വീടായി തോന്നിയില്ല. ഇരുമ്പാടി തട്ടി മുളയാട് വെച്ച് പൊൻകാരം കൊണ്ട് ചൊരികൾ വയ്ക്കുവാൻ പെരുങ്കരുടെ 14 പൊന്നണം കൊടുത്തവൻ ചന്തു. പാതിരാവിൽ കുമരപ്പഴ നീന്തി കടന്ന് പതിവ്രത ഒരു പെണ്ണിന്റെ മണയിൽ കയറാൻ ചന്തു ആരായിരിക്കണം? ഇല്ല മക്കളെ, അംഗബലം കൊണ്ടും ആയുധബലം കൊണ്ടും ചതിയൻ ചന്തുവിനെ തോൽപ്പിക്കാൻ ആരായി പറഞ്ഞവരാരുമില്ല. മടങ്ങിപ്പോ. ഈ സൗണ്ട് ലക്ഷം പൂർത്തി ഞാൻ പറയുന്നത് ഞാൻ കേൾക്കണം. നേരത്തെ ഒരു ഫെസ്റ്റിൽ ഇതൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല, കേട്ടാൽ ഞാൻ പറയുന്നത് ഞാൻ കേട്ടാൽ എനിക്ക് നല്ല സുഖം ഉണ്ടാവും. അല്ലോ, ലാലേട്ടൻ മാട്ടനെ അല്ലേ? ഒന്ന് ഉഷാറായി ലാലേട്ടൻ വേണോ? ലാലേട്ടൻ രാമുക ആവശ്യമാണ് അല്ലേ? ദേവാസുരത്തില് നീലാണ്ട ഇത് ഞാനാടാ ശേഖരൻ, മുണ്ടക്കൽ ശേഖരൻ. നീ ചാത്തിട്ടില്ല പറഞ്ഞപ്പോഴാ എനിക്ക് സമാധാനമായി. ഒരു കാറ് കത്തിയാൽ എനിക്ക് പുല്ല, പകരം നിന്റെ ഈ തറവാട് കത്തിച്ചളയാൻ എനിക്കറിയാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ തമ്മിലൊരു കണക്കുണ്ട്, ആ കണക്ക് തീർത്തിട്ടേ ഞാൻ ഇവിടുന്ന് പോകൂ. നേരെ കൊമ്പൻ ബിഷപ്പ് വെച്ചിട്ടാ വിജയകാരല്ലേ? ശരി, തീർക്കാൻ ബാക്കി വെക്കുന്ന സ്വഭാവം നീത കണ്ടതില്ല. അങ്ങനെ വല്ല വിചാരം ഉണ്ടായിരുന്നേല് തളർന്നുപോയി കയ്യിലൊരു കത്തിയും കെട്ടിവെച്ച് മുണ്ടക്കലെ വാതിലും ചവിട്ടി തുറന്ന വന്നന് നിന്നെ ശരിയാക്കാൻ. ശേരാന്തിപ്പോ പഴയ നീലകണ്ഠനെ ഞാൻ തന്നെ മറക്കാൻ, ഓർമ്മിപ്പിക്കാൻ നീ ശ്രമിക്കരുത്. ശേരാന്തി പോ. ഇതൊക്കെ ഇപ്പോഴത്തെ കാലഘട്ടമാണ്. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കാൻ പോകുന്ന 80 കാലഘട്ടത്തിൽ മലയാള സിനിമയെ നയിച്ച നല്ല നല്ല നടന്മാരുണ്ട്. നല്ല ഗാനങ്ങൾ ഇറങ്ങിയ, നല്ല ഡ്രസ്സും ഒക്കെ ഇട്ട് നിന്ന കാലം. 80 കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കുമ്പോ ആ ഡ്രസ്സ് നിർബന്ധമാണ്. ഇതാ ഈ പാന്റിനൊരു കൈകേരി കൊടുക്ക്, ഇതാ. ഇനി നമ്മുടെ മുടി മറ്റൊരാളെ മുടിയാക്കുന്നത് ഒരു കാര്യമല്ല. മുടിക്കാങ്ങൾ കൈകരിക്കാൻ ഒരു കൃത്രിമെന്നത് സംഗതിയില്ല. മുടി കാളക്കൊമ്പ് പോലെ ആക്കി വെക്കടാ. 1 മണിക്കൂർ ടൈമാ ഞാൻ പറഞ്ഞ. നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് ഞാൻ 2 മണിക്കൂർ കളിക്കും. നിങ്ങൾ പോയിക്കാം. മുടി കാളക്കൊമ്പ് പോക്കിലാക്കി വെച്ചാൽ ഇനി മീശ കക്കൂസിലെ ബ്രഷ് പോലെയാക്കി വെക്കും. ഒരു കൃത്രിമില്ല. അമ്മയാണ് ഒരു വരെ കാണിച്ച് ചെയ്താണ്. ചേട്ടാ ചോക്ലേറ്റിൽ അടിച്ച് പരമാവധി കാണാണ്ടാകും. കളർ ലൈറ്റ് ഒന്നും ഇല്ല, വെറും പ്ലേ ലൈറ്റ്. ആരാണ് പറയണ്ടേ? ഇംഗ്ലീഷ് പറഞ്ഞുകൊണ്ട് മലയാള സിനിമയിൽ വില്ലൻ കഥാപാത്രം അവതരിപ്പിച്ച ഒരു നടനുണ്ട്. അതാരാണ്? ആര്? ജോസ് പ്രകാശ്. ആ ചേട്ടന് നല്ലൊരു കയ്യടി കൊടുക്കുന്നുണ്ട്. ജോസ് പ്രകാശ്. ഞാൻ ഈ കണ്ണട വെച്ച് ഒരു ചിരിങ്ങി ചിരിക്കുമ്പോ
ഇയാളെ ചെറിയ കാറ്റുണ്ടോന്ന് ഞാൻ കണ്ണാടിയിലൊന്നും നോക്കാണ്ടാന്ന്. നിങ്ങൾ നന്നായി ആ കണ്ണാടി വേണ്ട, അല്ല ഞാൻ വേണ്ട. റെഡീസ് 1 2 3. ചിരി ചിരിക്കുമ്പോൾ ചെറിയൊരു കട്ട് നമുക്ക് നേരിട്ട് കളിക്കുമ്പോൾ പ്രോത്സാഹിപ്പിക്കും. റെഡീസ് 1 2 3. ഇദ്ദേഹത്തിന്റെ വായ നോക്കാം, ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇഷ്ടമില്ലോ? ആ, ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ഇപ്പൊ ഓ എന്റെ മോനെ വേറെ എത്ര സ്ഥലമുണ്ട് എനിക്ക് നോക്കുക. അമ്മ സിപ്പ് പൊട്ടിപ്പോയത് അടിയൊരു രക്ഷയില്ല. ഈ നല്ല നോട്ടക്കാരനാണല്ലോ. അത് സാരമില്ല, ഇനിയിപ്പോ എന്താക്കിയാണ് അത് സാരമില്ല. ചിപ്പ് അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചോ, അങ്ങനെ പലതും വിചാരിച്ചാൽ മതി. ഞാൻ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല. ഇനി ഇദ്ദേഹത്തിന്റെ ശബ്ദം ഒന്ന് ചെയ്യാം. ആവേശത്തില് KP ഉമ്മർഖാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഇല്ല, അത്രയില്ല. പൊട്ടിപ്പോയി ഞാനിപ്പോ എന്താക്കിയ ടൈലർ കൊണ്ടുവരും. ഒരു രക്ഷയില്ല. നോക്കാം, തമാശ ചെയ്യട്ടെ. ആദ്യം ആവേശത്തിൽ KP ഉമ്മർഖാനോട് പറയുന്ന ഡയലോഗുണ്ട്. ഫസ്റ്റ് KP ഉമ്മർക്ക് പറയും, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ, ആരുമില്ല ശേഖർ. അന്ത ഈ സൗണ്ട് നിങ്ങൾക്ക് പിടിച്ചില്ലേ? നിങ്ങൾക്ക് മറ്റേ ഉമ്മർക്കമാണായിക്കില്ലേ? ശോഭി നീ എന്നോട് സഹകരിച്ച്. ഈ ടൈപ്പ് അല്ല ഉമ്മർക്ക. ശരിക്കും സിനിമയിൽ ഉപയോഗിച്ച ശൈലി അത്ര ഇല്ല. ഇങ്ങനെയാണ്, ശേഖർ എനിക്കാരുമില്ല ശേഖർ, സ്വന്തമെന്ന് പറയാൻ ആരുമില്ല ശേഖർ. അല്ലേ? ഇതല്ലേ റെഡി? റെഡിന്നായാ കൈയെടുക്കണം കേട്ടോ. ഇനി ഇതാ എം എൻ നമ്പ്യാർ സാറ് പറഞ്ഞതാ, ഇതെല്ലാം സാധനതാ. രാഘവ മിടുക്കനാ ഒരു മകന, സുന്ദരയാ ഒരു ഭാര്യ, ജനക്കാരുണ്ട് രാഘവ, പറയൂ. ശിവകാറ്റിനെ കൂട്ടിനെ തടയുന്ന മാതിരി തുണ്ടമാരിയും ഇതാ ഇങ്ങനെ. ഇഷ്ടം പോലെ കള്ള നാറ്റും പരിപാടിയാ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിലെ നായകൻ ആരാണ്? ശങ്കർ. ഇന്നുണ്ടായില്ലേ കിരൺ? അതുകൊണ്ട് പറഞ്ഞല്ലേ നിങ്ങൾ നല്ല ആൾക്കാരാട്ടോ. കഴിഞ്ഞ സ്റ്റേജിൽ ഞാൻ ചോദിച്ചു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ നായകൻ ആരാ? അന്നേരം എന്നോട് പറയും എന്റെ അച്ഛൻ. ഞാൻ നോക്കുമ്പോ ഒരു 4 വയസ്സുണ്ട് ചെറിയോ. പോൻ എന്നോടിങ്ങനെ പറയാൻ പോന്റെ പൊരേരുണ്ടോ അല്ല സ്ഥിതിയാണ്ടാ. എന്നോട് ഇങ്ങനല്ലേ പറഞ്ഞിട്ടു. രഞ്ജിനി ഹരിദാസിനോട് ഏതോ ഒരു ചങ്ങായി എന്തോ ഒരു വൃത്തിയായിട്ട് പറഞ്ഞിട്ട് ഓള് പറഞ്ഞിട്ടറിയോ, ഒരൊറ്റ മലയാളികളെയും കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. നമ്മളെ ചോറ് നിന്നിട്ട് നമ്മളെ കുറ്റം പറിക്കുക. ഞാനൊക്കൊരു സംശയം, ഇവള് മലയാളിയല്ലേ? പിന്നെ ഓളോട് വെച്ച് ഇനി കല്യാണം കഴിച്ചിക്കോ? അന്നേരം ഓള് പറയാ, ഞാൻ കല്യാണം കഴിക്കല, എന്റെ മക്കളെ കൊണ്ടിട്ട് കല്യാണം കഴിപ്പിച്ചില്ല. അപ്പൊ ഇത് മലയാളിയുടെ സംസ്കാരമല്ല. അതെനിക്ക് മനസ്സിലായി. ശങ്കർ നല്ല നടനായിരുന്നു. മൂപ്പര് കല്യാണമൊക്കെ കഴിച്ച് സിംഗപ്പൂരിൽ പോയി തിരിച്ചു വരുമ്പോഴത്തേക്ക് അതിലെ വില്ലൻ കീഴടക്കിക്കും മലയാള സിനിമ. ശങ്കരേട്ടനൊന്ന് കാണല്ലേ? ഉടിച്ച് കല്യാണിച്ചു. ഇനി ഒരാൾ ചേട്ടാ പാട്ട് നല്ല സൗണ്ടില്ല, എല്ലാവരും ഉറങ്ങിപ്പോയി, അതുകൊണ്ട് നുണന്നോട്ടെ കേട്ടോ. ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ കോഴിക്കോടുകാർ നല്ലോണം പ്രോത്സാഹിപ്പിക്കണം ഇദ്ദേഹത്തെ ചെയ്യും കേട്ടോ. ഓപ്പോൾ എന്ന ചിത്രത്തിലൂടെ ഭരത് അവാർഡ് നേടിയ നമുക്കൊരു വില്ലനുണ്ട്. ആരാണ്? ബാലകൻ നായർ. ഇവിടുന്ന് പറഞ്ഞിരിക്കാം, ബാലകൻ നായർ സാർ. ആ സാറിന് വേണ്ടി നല്ലൊരു കയ്യിലടിച്ചിട്ടുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ കണ്ണും മൂക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് നോക്കാം. അദ്ദേഹത്തെ കാണിക്കുമ്പോൾ ചോപ്പ് ലൈറ്റ് അടിക്കണം. വില്ലനാണ് കേട്ടോ. മൂത്ത് ചോപ്പ് ഇങ്ങനെ കാണണം കേട്ടോ. ഉള്ളവരടിച്ചാൽ മതി. ഓക്കെ. പിന്നെ സ്ത്രീകൾ പേടിക്കേണ്ട, ഇത് ഒറിജിനൽ അല്ല. വെരി ഗുഡ് മൈ ബോയ്. പേരിൽ മാത്രമല്ല പ്രവൃത്തിയിലും നീ രാജൻ തന്നെയാണ്. നിനക്ക് തമ്പി അദ്ദേഹത്തിന്റെ മകളുടെ മേലെ
ഒരു കണ്ണുണ്ട് അല്ലേ? നിനക്ക് എന്നു മുതലാണ് ഈ വ്യക്തിത്വമുണ്ടായത്? സ്വന്തമെന്ന് പറയാൻ ഒന്നുമില്ലാത്തവൻ മനുഷ്യനെന്ന് പറയുന്നതിന് അർത്ഥമില്ല. ലൈറ്റ് തീരെ കുറഞ്ഞോ? കണ്ടിനോ? ബ്രേക്കിൽ ലൈറ്റന്മാരെ കണ്ടിനോ? ആ, കണ്ടിക്കാലോ. ഈ നടനെയൊക്കെ ഓർമ്മിക്കുന്ന എന്തിലൂടെ മാത്രമാണ്? ജയന് ശേഷം ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായി 2 നടന്മാർ മലയാള സിനിമയിലേക്ക് കയറി വന്നു. അതൊന്ന് നിങ്ങൾ എല്ലാവരും കരുതുന്ന പോലെ ഭീമൻ ജഗ്ഗാണെങ്കിൽ, മറ്റൊന്ന് തുഷാരം എന്ന ചിത്രത്തിലൂടെ കടന്നു വന്ന ആ പൗരുഷത്തിന്റെ പ്രതീകമായ രതീഷ് എന്ന് പറയുന്ന നടനായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇവരൊക്കെ മലയാള സിനിമ ഇഷ്ടമായോ? ഉറങ്ങിപ്പോയോ? മിമിക്രി വേണോ? എന്താ വേണ്ടേ? കുറച്ച് മിമിക്രി അറിയില്ലേ? കുറച്ച് ശബ്ദങ്ങൾ പരിചയപ്പെടുത്താം. വെറുതെ തന്നെയായി പോകണ്ട. ശബ്ദം എല്ലാവരും കേൾക്കുന്നെന്നാലും പറയാണ്. ആദ്യം കോഴിക്കോടിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. കോഴിക്കോടിന്റെ ശബ്ദം മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച ഒരു നല്ലൊരു കഥാപാത്രമുണ്ട്. ഇതൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. നമ്മുടെ കുഞ്ഞാണ്ടി ചേട്ടൻ നല്ലൊരു ശബ്ദത്തിനുടമയായിരുന്നു. അദ്ദേഹത്തോടുള്ള ഇഷ്ടമാണ് നിങ്ങളിവിടെ പ്രകടിപ്പിക്കേണ്ടത്. ചെയ്യട്ടെ. ഒരു വീട് തരുമോ? ഒന്ന് വലിക്കാനാ. എന്റെ വീടും പറമ്പും പണയം വെച്ചിട്ടായാലും സാറിന്റെ കാശ് ഞാൻ തരും. എന്റെ മകളെ ഒഴിവാക്കരുത് സാർ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഇഷ്ടമായോ? കോഴിക്കോടിന്റെ വേറൊരു ശബ്ദമുണ്ട്. അദ്ദേഹത്തിന്റെ പേര് പറയണമെന്നില്ല, നിങ്ങൾ കേട്ടാൽ മനസ്സിലാവുന്ന തോന്നുന്നത്. ചെയ്തു നോക്കാം. എന്താണോ എന്താണ് ചോദിച്ചത് കേട്ടില്ലേ? മണപ്പള്ളി മാതാനമ്യാർ ആശ്വസന ഓടെ ഇറക്കുന്നവർക്ക് ഇളയവനാ യവനാ യവൻ മുഖപ്പുഴത്ത് ബദലത്തനെയാ. അങ്ങനെ ആ നാട്ടടപ്പ് അഭിമാനം ഏറികൊണ്ടാണോ? ഇയാൾ മുതലേ കേസ് വരല്ലോ. കേസ് അന്വേഷിച്ച് ശങ്കരനാരായണ ഒരു ലൂപ്പോനുണ്ടാകല കടന്നു പോകാൻ അപ്പുറത്ത്. സ്ത്രീകളോടൊരു അഭ്യർത്ഥനയുണ്ട്. അമേരിക്കയിലൊരു ഡോക്ടർ കണ്ടുപിടിച്ചതാണ്. നമ്മളിങ്ങനെ കൈയടിക്കുമ്പോ കയ്യിന്റെ അടിയിലുണ്ടാകുന്ന ഞരമ്പുകളിലൂടെ രക്തം ഓടിയിട്ട് ശരീരത്തിൽ വ്യാപിച്ചിട്ട് സൗന്ദര്യം ഉണ്ടാവും എന്നാ പറയുന്നത്. പിന്നെ ചേട്ടന്മാരൊക്കെ അങ്ങനെയൊന്നുമില്ല. ഓലിപ്പോ നേരവും ബാക്കി ഓലിക്ക് പൈസ അങ്ങോട്ട് കൊടുക്കേണ്ട ഇങ്ങോട്ട് വെക്കേണ്ട, പയറ്റ് കല്യാണം കുരി അങ്ങനെ പല പ്രശ്നങ്ങൾ. ഇതെല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളെ പോറ്റണ്ടേ എന്നുള്ള വിചാരം വേറി. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും നോക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഒറ്റയ്ക്ക് നിന്നാ കളിക്കുക. സമയം വൈകുന്നറിയാം, എന്നാലും ഉറങ്ങി പോകാന്നറിയാം, എന്നാലും ഉള്ള ആളുകൾ പ്രോത്സാഹിപ്പിക്കണം. വേറെ ഒന്നും ഉണ്ടല്ല, വേറെ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഒറ്റക്കാളുള്ളൂ. അല്ലേ? നിങ്ങൾ ഒരുപാട് ആൾക്കാരില്ല, ഞാൻ ഒറ്റക്കാളുള്ളൂ. അതുകൊണ്ടാണ്. പിന്നെ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ കാലഘട്ടത്തിൽ ഒരു മമ്മൂക്ക ഉണ്ടായിരുന്നു നമുക്ക്. മമ്മൂക്ക എന്ന് പറയുമ്പോൾ അന്നത്തെ മമ്മൂക്ക വളരെ മെലിഞ്ഞ മമ്മൂക്കയാണ്. ഇപ്പൊ അടുത്ത് വെന്നീസിലെ വ്യാപാരി എന്ന ചിത്രത്തിലൂടെയൊക്കെ മമ്മൂക്ക ഈ കാലഘട്ടത്തെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഈ ചിത്രത്തിലെ പാട്ട് അത്ര വലിയ ക്ലിക്കല്ലാത്തത് കൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ആൺകിളിയുടെ താരാട്ട് എന്ന ചിത്രത്തിൽ ചിത്രചേച്ചിയും ദാസേട്ടനും പാടിയൊരു പാട്ടുണ്ട്. ഈ പാട്ട് കേട്ടാൽ തന്നെ നമ്മുടെ രോഗം തന്നെ മാറിപ്പോകും. ഐറ്റാന്നല്ല പാട്ടാണ്. ഇന്ന് നിങ്ങൾ ഇവിടുന്ന് കേട്ടാലും നാളെ യൂട്യൂബിലൂടെ അടിച്ച് നിങ്ങൾ ഈ ഗാനം കേൾക്കുക. മമ്മൂക്ക പാടുമ്പോൾ ഉണ്ടാകുന്ന ഭാവമാണ് ശ്രദ്ധിക്കേണ്ടത്. എലർജി ഇങ്ങനെ ആക്കുന്ന ഇങ്ങനൊന്നും ആക്കാത്ത പണ്ടത്തെ ഒരു മമ്മൂക്കുണ്ട്. നോക്കാം. പാടുമ്പോൾ ഉണ്ടാകുന്ന ചെറിയൊരു ഭാവി എന്ന ചിത്രത്തിലെ ഒരു ഡയലോഗുണ്ട്. ഇത് റേഡിയോയിൽ നമ്മൾ കേൾക്കുന്നതാണ്. ചേട്ടാ, ഏതെങ്കിലും കിട്ടുന്നത് ഗാന്ധി എനിക്ക് ഞാൻ പുറത്തുനിന്ന് കാത്തിരിക്കുന്ന മരിയ ഫെർണാണ്ടസ് പാവം, അവളെ തന്നെ കാത്തിരിക്കുന്നുണ്ടാവും. നീ പറഞ്ഞില്ലേ ഞാനൊരു ക്രൂരനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം കൊല്ലേണ്ടത് നിന്നെയും അവളെ ആയിരുന്നു. ഞാൻ അങ്ങനെ ചെയ്തായിരുന്നല്ലേ? അതെന്തെങ്കിലും wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi endu kaiyediche. Wow, thanks a lot.
നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണാ, ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. $11:30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരീസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ
ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്കറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി, പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ട, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് നമുക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. എടാ ശ്രീകുട്ട, നീ എന്തിനത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ചാ. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്നച്ചാ. അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിക്കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരുനെറ്റിയിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല, ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി, നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലച്ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാച്ചാ ഇത്? എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? കിഴക്കേപ്പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേപ്പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേപ്പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടി ആയുസ് കൂടട്ടെ.
അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമായണം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 200 ആക്കി പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്തിനാ എന്നെ കാണുമ്പോ ഓടാത്? എന്തൊട്ട് എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന്? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റ ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമായണം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവൻ അകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. നിന്റെ 10 വയസ്സ് കുറഞ്ഞാ? ഞാനതിൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത്, ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ അങ്ങോട്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറഞ്ഞ ഇടത്തെ കൈ എന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കൈയാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ? എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ടുന്ന എക്കിള് വന്ന പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ ആ ജോൺസൺ വന്നിട്ടുണ്ട്? ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാൻ, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുകാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവന് നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് ഈശ്വര, ഇന്നലത്തെ അതേ സമയത്ത് തന്നെ ഇന്നും നേരം വെളുത്തു. ഇതെന്തൊരു പരീക്ഷണം! ഇവിടെ എന്തോരം പണികളാണ് എന്റെ ദൈവമേ. മുറ്റം അടിച്ചിട്ടില്ല, പറഞ്ഞിട്ടില്ല, പള്ളി തേച്ചിട്ടില്ല, ഒരു തുള്ളി വെള്ളം തരാൻ പോലും ഇവിടെ ആരുമില്ല. ഭാർഗവ, പ്രഭാകരോ, സോമശേഖരനോടാ
വന്നു. എന്തിനാ അച്ഛാ ഞങ്ങളെ വിളിപ്പിച്ചത്? നിങ്ങളെ ഒന്നും എനിക്ക് കാണണ്ട. ശരി അച്ഛാ. നിൽക്കണവിടെ. മക്കളാണത്രേ മക്കൾ. മക്കളെ കണ്ടും മാമ്പു കണ്ടും കൊതിക്കരുതെന്നാ ചൊല്ല്. എടാ, നിങ്ങളുടെയൊക്കെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്റെ ഊപ്പാട് വന്നേനെ. എന്റെ അച്ഛൻ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു ഇവിടെ ഒരു വേലക്കാരിയെ നിർത്തണമെന്ന്. അതേടാ, നിങ്ങൾ തന്നെ അത് പറയണം. എത്ര വേലക്കാരികളെ നിർത്തിയിരുന്ന വീടായിരുന്നു ഇത്. എന്ത് കാര്യം, വേലി തന്നെ വിളവ് തിന്നില്ലേ? അച്ഛന്റെ ഒരു മുടിഞ്ഞ പഴഞ്ചൊല്ലി. ഈ പഴഞ്ചൊല്ലി കാരണം ഇവിടെ വന്ന കംപ്ലീറ്റ് വേലക്കാരികൾ പോയത് അറിയാവാ? വേണ്ട വേണ്ട, പഴഞ്ചൊല്ലിൽ പതിരില്ല മോനെ. പിന്നെ ഞാൻ നിങ്ങളെയൊക്കെ വിളിപ്പിച്ചത് ഒരു പ്രധാന കാര്യം പറയാനാ. ഇന്നിവിടെ പുതിയൊരു വേലക്കാരി വരുന്നു. കണ്ട എങ്ങനെ പിടിച്ച പിള്ളേര് ചക്കക്കൂട്ടാൻ കണ്ട പോലുള്ള ആക്രാന്തം കണ്ട. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഇനി കുരുത്തക്കേട് കാണിച്ച പുറത്താക്കുന്നത് വേലക്കാരി ആയിരിക്കില്ല, നിങ്ങളെ ആയിരിക്കുള്ളൂ. എലി പുന്നല്ലി കണ്ട പോലെ നോക്കി നിൽക്കാതെ പണിക്ക് പോടാ. അവരെ പറഞ്ഞിട്ട് എന്ത് കാര്യം? എന്റെ അല്ലേ മക്കള്. മത്ത കുത്തിയാ കുമ്പളം മുളക്കോ? നമസ്കാരം മുതലാളി, ഞാനാണ് ഇവിടുത്തെ പുതിയ ബാലക്കാരി, വേലക്കാരി. എന്റെ ലൈലാമ്മേ, നിന്നെ പോലുള്ള ഒരു വേലക്കാരിയെ കിട്ടാൻ വേണ്ടി ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ടെന്ന് അറിയാവാ? പിന്നെ നിനക്ക് ഈ പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് വൃക്ഷലതാദികളാ. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഫലമൂലാദികളാ. ഒരു കാര്യം പറഞ്ഞേക്കാം, എനിക്ക് 3 മക്കളെ. എന്റെ മക്കളായതുകൊണ്ട് പറയുകയല്ല, ഇത്രയും വൃത്തികെട്ടവും പഞ്ചായത്തിലില്ല. പിന്നെ സൂക്ഷിച്ചും കണ്ട് നിന്ന നിനക്ക് കൊള്ളാം, ഇല്ലെങ്കിൽ നിനക്ക് കൊള്ളും. മുതലാളി പേടിക്കണ്ട, ഞാൻ മുമ്പ് നിന്ന 5 വീട്ടിലും ഇതിലും ഭയങ്കരന്മാരായിരുന്നു. അവരെയൊക്കെ വരച്ച വരയിൽ നിർത്തിയിട്ടുള്ളവളാ ഈ ലൈലാമ്മ. നടക്കട്ടെ, ജോലി നടക്കട്ടെ. ഞാനൊന്ന് കറങ്ങിയേച്ചു വരാം. പിന്നെ നമുക്ക് ഇനിയും പരിചയപ്പെടാനുണ്ട്. ശരി മുതലാളി. ഓ എന്റെ ലൈലാമ്മേ. ഇതാര്? ശാന്തയോ? നീ എന്താ ഇവിടെ? എന്റെ ശാന്ത, ഇതെന്റെ വീടാണ്. ഞാനിവിടെ പുതിയതായി വന്ന വേലക്കാരിയാ. ഓ, ലീവ് എടുത്ത് വന്നത് എത്ര നന്നായി. എനിക്ക് എന്റെ പഴയ ശാന്തയെ ഒന്ന് കാണാൻ പറ്റിയല്ലോ. ഭാർഗവേട്ടനാണോ മൂത്തത്? അല്ല, അച്ഛനാ മൂത്തത്. കുറച്ച് കഴിയുമ്പോ ഞാനും മൂക്കും. അയ്യോ, അതല്ല, തലയ്ക്ക് മൂത്തത്. അത് അനിയനാ. അവൻ 3-4 വർഷമായിട്ട് മരുന്ന് കഴിച്ചോണ്ടിരിക്കല്ലേ. പിന്നെ എന്താ ശാന്തേ? മക്കളിൽ മൂത്തത്. അതാണോ? അത് ഞാനാ. ശാന്തേ, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയത് ഓർമ്മയുണ്ടോ? കണ്ടത് ഓർമ്മയില്ല, പിന്നെ മുട്ടിയത് ഓർമ്മയുണ്ട്. അയ്യോ ഭാർഗവേട്ട, പുറത്താരോ വന്നു. ശാന്തേ, ഇതൊന്നും ആരോടും പറയരുത് കേട്ടോ. നമുക്ക് പിന്നെ കാണാം. അയ്യോ, ഇതാര്? സുഷമയോ? അയ്യോ, പ്രഭാകരേട്ടൻ. ഞാനിവിടെ പുതിയതായി ജോലിക്ക് വന്ന പ്രഭാകരേട്ടൻ എന്താ ഇവിടെ? ഇതെന്റെ വീടല്ലടോ. നീ ഇവിടെ വേലക്ക് വന്നതാ. ഇന്ന് നിന്നെ ഞാൻ കൊല്ലു. ഈ പ്രഭാകരേട്ടന്റെ ഒരു സ്നേഹം. പിന്നെ വേലക്കാരിയായിട്ടാണെങ്കിൽ നീ എന്റെ അടുത്തൊന്ന് എത്തിയല്ലോ. എനിക്കത് മതി, എനിക്കത് മാത്രം മതി. എനിക്കത് മതി. ആണോ? അതൊക്കെ പോട്ടെ സുസു, നിനക്ക് ഓർമ്മയുണ്ടോ അന്ന് ഓണ ദിവസം ഞാൻ ഫാൻസി ഡ്രസ് മത്സരത്തിൽ ഹനുമാന്റെ വേഷം കെട്ടിയിട്ട് എനിക്ക് 2ാം സമ്മാനം കിട്ടിയത്? അതാ അപ്പൊ കുഴപ്പമായത്. വേഷം കെട്ടാതിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ചേട്ടൻ 1ാം സമ്മാനം തന്നെ കിട്ടിയാനെ. നിന്റെ ഒരു വളിച്ച തമാശ. ഞാനൊരു കാര്യം പറഞ്ഞു. ഐ ആം വെരി ഹാപ്പി. എന്റെ സൂസു, എത്ര കാലമായി നമ്മളിങ്ങനെ നടിച്ചു പൊളിച്ചിട്ട്. അയ്യോ, പ്രഭാകരേട്ടൻ പുറത്താരോ വന്നു തോന്നുന്നു. ആരെങ്കിലും വന്നോ? എന്നാ ഞാനൊരു കാര്യം ചെയ്യാം, അകത്തിരിക്കും.
കാത്തിരിക്കാം. പിന്നെ സുസു, നമ്മൾ തമ്മിലുള്ള ഈ ബന്ധം ആരും അറിയരുത്. ഞാനകത്ത് കാണും, ഞാനകത്തുണ്ടാവേ, ഞാനകത്തേക്ക് പോവാണേ എന്റെ സുസു. രക്ഷപ്പെട്ടു. ഇതാര്? എന്റെ സോമേട്ടനോ? നീ? ഞാൻ സുഷമ. അല്ലല്ല, കനകം. സോമേട്ടാ. കനകം. സോമേട്ടാ. കനകേട്ടാ. സോമം. കനകേട്ടാ. സോമം. എന്തായാലും നീ ഇവിടെ വേലക്കാരായിട്ട് വന്നത് നന്നായി. എനിക്ക് നിന്നെ എപ്പോഴും കണ്ടോണ്ടിരിക്കാലോ. അങ്ങനെ പറയരുത് കനകം. നിനക്ക് വേണ്ടി എന്നെ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിച്ച് വരാൻ ഞാൻ തയ്യാറാണ്. ചേട്ടന് വേണ്ടി ഞാൻ പെറ്റ് വളർത്തിയവരെ പോലും ഉപേക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതൊക്കെ പോട്ടെ, എന്തൊക്കെയുണ്ട് കനകം പിന്നെ വിശേഷങ്ങൾ? ചേട്ടാ, നമ്മുടെ പ്രേമ വല്ലരി പൂത്തൊലയുമോ? തൊലയും കനകം, തൊലയും, പൂത്തൊലയും. കനകം, കഴിഞ്ഞതൊന്നും ഞാൻ മറന്നിട്ടില്ല. ഞാൻ അയ്യോ അച്ഛൻ. ഇരിക്കട്ടയിൽ ഉറുമ്പരിക്കുന്നോടാ. എടാ മക്കളെ, നിങ്ങൾക്ക് മൂന്നാൾക്കും വിവാഹപ്രായം എത്തിയെന്ന് ഈ അച്ഛന് മനസ്സിലായടാ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളെ മൂന്നുപേരെയും നിങ്ങളുടെ അമ്മ ഇരട്ടവറ്റതാടാ. എന്താ കുഴപ്പം? തെറ്റിപ്പോയാ? എടാ മക്കളെ, നിങ്ങളുടെ മൂന്നുപേരുടെയും വിവാഹം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് നടത്തണമെന്നാണ് ഈ അച്ഛന്റെ ആഗ്രഹം. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താടാ? ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നു, ശാന്ത. അവളെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ. ചേട്ടൻ പറഞ്ഞ സ്ഥിതിക്ക് ഞാനും ഇനി ഒന്നും മറച്ചു വെക്കുന്നില്ല. ഞാനും ഒരു പെണ്ണിനെ സ്നേഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വരുത്തിയ ഇഷ്ടമാണല്ലോ കനകം. അത് ശരി. അപ്പൊ കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ഈ അച്ഛൻ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു. നമ്മുടെ പുതിയ വേലക്കാരി ഈ നിൽക്കുന്ന ലൈലാമ്മ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. സമയക്കുറവല്ല, ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് ജീവിതത്തിലേക്ക് ഒയ്യ് എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്നതിക്ക് ഒയ്യ് റീമയിലുണ്ട് അതിക്ക് വന്നിന് പോയില്ലേട് മെമ്പെങ്ങി വരും എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മുഖം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇന്നിട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി നിലയ്ക്കാതെ
ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്റെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ മുഖ്യമന്ത്രിയായി കാരണമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യനടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം തരുന്ന ശ്രീ ജനാർദ്ദനൻ. പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. മുന്നോടി നോട്ടം തന്ന സക്കട മുന്നോടിയുടെ പോലീസുകാർ പൊത്തത് വീട്ടുകുറുന്നത്. മലയാള സിനിമയുടെ കാരണവരായ ശ്രീ KTS പഴമയിൽ. എന്റെ മകനാണ് ഇവൻ, ഇവന്റെ മകനാണ് അവൻ, അവന്റെ മകനാണ് വീരേന്ദ്രൻ. അവസാനമായിട്ട് ഒരൈറ്റം കൂടി അവതരിപ്പിച്ച് ഞാൻ നിർത്തുകയാണ്. ഇപ്പൊ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ നിങ്ങൾ വിളിക്കുന്ന സബ്സ്ക്രൈബർ പരിധിക്ക് പുറത്താണ്, ദയവായി അല്പസമയം കഴിഞ്ഞ് വിളിക്കുക എന്ന് പറയും. നമ്മൾ റേഞ്ച് ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിളിക്കുകയാണെങ്കിൽ അവിടുത്തെ ആൾക്കാരുടെ ശൈലി എങ്ങനെ പറയുമെന്ന് നോക്കാം. തിരുവനന്തപുരം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ അപ്പി എന്തിനു പറയാൻ, എത്ര നേരമായിട്ട് പറഞ്ഞു റേഞ്ചിലെന്ന് തള്ളെ കളിപ്പ് തീരല്ലോ എന്ന് പറയും. തൃശൂർ ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ ഹൈ എന്തുട്ട ശബി, എത്ര നേരിട്ട് പറഞ്ഞ റേഞ്ചിൽ മോദിക്കിട്ട് കീറാണ്ടതിൽ മൊതേ ഷേപ്പണ് മാറ്റാ എന്ന് പറയും. മലപ്പുറം ജില്ലയിലേക്ക് വിളിക്കുകയാണെങ്കിൽ എവിടുക്കാടാ ഹംകേജിലേക്ക് കൂട്ടുന്നത് 6 മാസം എന്ന് പറയും. എനിക്ക് ഇങ്ങനെ ഒരു വേദി തന്ന ഇതിന്റെ സംഘാടകരോടും എല്ലാവരോടും എന്റെ ഹൃദയംഗമമായ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി. നമ്മുടെ ഏഷ്യാനെറ്റ് ചാനലിലെ വില്ലും താരം റിയാലിറ്റി ഷോയിലെ വിന്നറാണ് നമ്മുടെ അഖില്. പിന്നെ ഒരുപാട് സ്റ്റേജിൽ ഇപ്പൊ പരിപാടി അവതരിപ്പിക്കുന്നുണ്ട്. കലാഭവനില് അഡ്മിഷൻ കിട്ടിയോ? പഠിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ശരി, ഓൾ ദ ബെസ്റ്റ് അഖിൽ. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും
ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമായണം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി. അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ. 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 500 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്തിനാ എന്നെ കാണുമ്പോ ഓടണത്? എന്തൊട്ട് എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം ഇങ്ങനെ മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന്? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ടു. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റ ഒരു ഇടപാടുമില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമായണം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്നാ പറഞ്ഞ? പുറത്തോട്ട് പോയി. അവനകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനത് ചെറുപ്പക്കാരനെ പോലെ ഇരുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറഞ്ഞ ഇടത്തെ കൈയാന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് എങ്ങനെ ഉണ്ടാക്കിച്ച മതി, എന്നെ കൂട്ടണ്ട. എന്താ? എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ട എക്കള് തന്നെ പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യൻ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ വന്നിട്ടുണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാൻ, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? അത്രയുള്ളൂ. ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചേരാം. ഓക്കെ. The wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? Pora, nammade energy ke poi endu kai idiche. Wow, thanks a lot.
നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇതാരടാ ഇത്? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അതെ സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ. ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലേറ്റു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടി ഞാൻ. തൊട്ടുപോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം തലതല്ലിച്ചാകാൻ ഒരു സീരിയൽ മാമാങ്കം ചിരട്ടത്തവി. അവളുടെ ദുഃഖങ്ങൾക്ക് അറുതി വരുത്തുവാൻ അവനെത്തുന്നു. നിരഞ്ജൻ. ചിരട്ടത്തവിയെ 10 രൂപയ്ക്ക് 2 എണ്ണം. ചിരട്ടത്തവിയെ. ചിരട്ടത്തവി WZ ഗോപാലൻ പരമ്പര. ഈ പരിപാടികളെല്ലാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ന്യൂ രാജസ്ഥാൻ മാർബിൾ, കൊട്ടിയം, ചിറയൻകീഴ്, ചേർത്തല. ഞങ്ങളുടെ മറ്റൊരു സഹോദര സ്ഥാപനം ന്യൂ പാകിസ്ഥാൻ ഗ്രാനൈറ്റ്. ഞങ്ങൾക്ക് ബ്രാൻഡേ ഇല്ല. അടുത്തതായിട്ട് നമ്മൾ കാത്തിരിക്കുന്ന സ്കിറ്റിലേക്ക് എടുക്കാൻ പോവാണ്. നമ്മുടെ ടീം റെഡി ആയിരിക്കുകയാണ് നിങ്ങളെയൊക്കെ കുടുകുടി ചിരിപ്പിക്കാൻ വേണ്ടി. ഒരു സ്കിറ്റാണ്. അപ്പോൾ അതിനുശേഷം വീണ്ടും ഗാനമേള തുടരുന്നതാണ്. എല്ലാവരും ചിരിക്കാൻ തയ്യാറായിക്കോളൂ. കുറച്ചും കൂടെ ആയുസ് കൂടട്ടെ. അങ്ങനെ 6 വർഷത്തെ നീണ്ട പ്രവാസ ജീവിതത്തിനൊടുവിൽ നാട്ടിൽ തിരിച്ചെത്തി. കാര്യം നമ്മൾ കേരളത്തെ എന്തോരം കുറ്റം പറഞ്ഞാലും ഇവിടുത്തെ ഈ കാറ്റും ഈ പച്ചപ്പും ഈ മണവും ആ ബാങ്കിന്റെ മുമ്പിലെ തിക്കും തിരക്കും ATM-ന്റെ മുമ്പിലെ ക്യൂവും എല്ലാം കൂടി കാണുമ്പോൾ ഇതൊന്നും ഗൾഫിൽ ഇല്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസുഖമാണ്. ഇത് പറഞ്ഞപ്പോഴേ ഞാൻ ഓർത്തത് വേറൊന്നുമല്ല, ഞാൻ ഈ നാട്ടിൽ നിന്ന് രാഖി രാമാനം ഗൾഫിലോട്ട് നാട് വിടാൻ കാരണം വേറൊന്നുമല്ല, എൻ്റെ പഴയൊരു കൂട്ടുകാരനുണ്ടായിരുന്നു, പേര് ഷാജി. നിങ്ങളറിയും, പാഷാണം ഷാജി.
അവനെ ഇപ്പൊ നാട്ടുകാർ തല്ലിക്കൊന്നോ എന്തോ. ഏതായാലും ഇവിടെ വരുമ്പോഴാണ് ആ പഴയ പാട്ടൊക്കെ ഓർമ്മ വരുന്നത് അല്ലേ? 1000 പിച്ചു പോരാ, 1000 പിച്ചു പോരില്ല, 1000 പാടാൻ പറ്റില്ല, 200 പാടാ. ദൈവമേ, ഇത് നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇതിൽ അവനല്ലേ പാഷാണം ഷാജി? പൊന്നുമോനെ വേണ്ടാട്ടാ, വേണ്ടാട്ടാ. ഞാൻ പറഞ്ഞ നീ എന്താ എന്നെ കാണുമ്പോ ഓടാത്? എന്തുട്ട് എന്തോടാൻ? നിന്നെ കാണുമ്പോ പിന്നെ ഓടാണ്ട് നിന്റെ പഴയ സ്വഭാവം മാറിയിട്ടില്ലല്ലേ? നിന്റെ കവറൊക്കെ പിടിച്ചിട്ട് എവിടെ നിന്ന് തന്നെ? ഞാൻ കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയതാ. കണ്ണമാലിപ്പള്ളി പെരുന്നാളിന് പോയിട്ട് എന്താണ് ഈ കവറൊക്കെ പിടിച്ചോണ്ട് വന്നത്? പെരുന്നാൾ മുടങ്ങിപ്പോയി. എങ്ങനെ? ഞാൻ അവിടെ ചെന്നപ്പോ പ്രദർശനം വരുമായിരുന്നു, വഴിതെറ്റിച്ചു വിട്ട്. ഇപ്പൊ 3 ദിവസമായിട്ട് പ്രദർശനം പള്ളി കയറില്ല എന്ന് അച്ഛനും കൂട്ടി ഓടി ഇറക്കിയേ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടണടാ? ഒരു സുഖം, ഒരു മനസുഖം. നമ്മൾ ഇവിടെ തകർക്കാൻ പോകുന്നു. എന്റെ പൊന്നെ, നീ ഒറ്റയ്ക്ക് അങ്ങോട്ട് തകർത്തേച്ചാൽ മതി. നീ ഒറ്റൊരു ഇടപാടില്ല. നീ ഒറ്റ ഒരുത്തൻ കാരണമാണ് ഞാനും രാജപ്പനും കൂടി രാഖി രാമാനം നാട് വിട്ട് ഇവിടുന്ന് പുറത്തോട്ട് പോയത്. രാജപ്പൻ എവിടെ പോയെന്ന് പറഞ്ഞ? പുറത്തോട്ട് പോയി. അവനകത്താണ്. അകത്താ? നിങ്ങൾ രണ്ടുപേരും ഗൾഫിൽ പോയില്ലേ? അവന്റെ ബാഗിൽ ഞാൻ കഞ്ചാവ് കയറ്റി വെച്ചേച്ച് പിടിച്ചിപ്പോ അകത്ത് കിടക്കണവൻ. എന്റെ പൊന്നു ഷാജി, ഇതൊക്കെ എന്ത് കാണിച്ചു കൂട്ടണ നീ? ഇതൊക്കെ ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്ക്. പിന്നെ ഇതൊക്കെയല്ലേ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കേണ്ടത്? പോടാ അവിടുന്ന്. നിനക്കറിയാമോ എന്തെന്ന്? ഒരാളെ കളിയാക്കി നമുക്ക് 5 വയസ്സ് കുറയും. 5 വയസ്സ് കുറയും? സ്വന്തം അച്ഛനെ കളിയാക്കി 10 വയസ്സ് കുറയും. എന്നിട്ട് നിന്റെ 10 വയസ്സ് കുറഞ്ഞ? ഞാനതിൽ ചെറുപ്പക്കാരനെ പോലെ ഇരിക്കുന്നത് ഡെയിലി കളിയാക്കും. എങ്ങനെ? കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടായി. എങ്ങനെ? ഞാൻ വീട്ടിൽ അച്ഛൻ ഇരിക്കുന്ന കസേരയുടെ കോലൂരി വെച്ചു. ചാരു കസേരയുടെ കോലൂരി വെച്ചാ? രാവിലെ കണ്ട് വീണ് കിടക്കണം. ഞാൻ വൈകുന്നേരം ചെല്ലുമ്പോ ഇസഡ് പോലെ ഇങ്ങനെ കസേര ഇരിപ്പുണ്ട്. എന്നിട്ട് പൊക്കി എടുത്ത് നോക്കിയപ്പോ വലത്തെ കൈ ഒടിഞ്ഞ് 7 പോലെ ഇരിക്കും. 7 പോലെ? നേരെ ആശുപത്രി കൊണ്ടായി. ഡോക്ടറെ പറ്റിച്ചു. എങ്ങനെ പറ്റിച്ച്? ഡോക്ടർ വെച്ച് ഏത് കൈ ഒടിഞ്ഞെന്ന് തോന്നി. ഞാൻ പറയാം ഇടത്തെ കൈ എന്ന് തോന്നി. എന്നിട്ട് ഇപ്പൊ ഇടത്തെ കൈ പ്ലാസ്റ്റർ ഇട്ടിരിക്കേ. അപ്പൊ വലത്തെ കയ്യാ? അതിപ്പോഴും 7 പോലെ തന്നെ ഇരിക്കേ. എന്ത് കാര്യത്തിന് കാണിച്ചു കൂട്ടാടാ ഷാജി ഇതൊക്കെ? നീ ഒന്നും മിണ്ടാണ്ടിരുന്നേ. ഇന്ന് ഇവിടെ കൂടി വന്നവരെ പോണവരൊക്കെ നമ്മൾ കളിയാക്കി മെഴുകും. നീ ഒറ്റയ്ക്ക് അങ്ങനെ ഉണ്ടാക്കിച്ചാൽ മതി, എന്നെ കൂട്ടണ്ട. എന്താ എടാ, ഞാനിപ്പോ എന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് വന്നേക്കാണ്. ഇപ്പൊ ബസ് വരും, കൈ കാണിക്കും, നിർത്തും, ഞാൻ കയറി പോവും. ബസ് വരില്ല. ബസ് വരില്ലേ? അവരോട് ഞാൻ പറഞ്ഞു ഇവിടെ പാലം പൊളിഞ്ഞു കിടക്കുന്നു. എന്തിന്? നീ ഇവിടെ നിക്ക്. നീ ഒന്ന് പോയടാ അവിടുന്ന്. ഇപ്പൊ നമുക്ക് പറ്റിക്കാൻ മുട്ട എക്കിള് വന്ന പോലെ ഇങ്ങനെ വരും. ആ സമയത്ത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ചെയ്യാൻ പറ്റുന്ന സാധനം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. എങ്ങനെ? എന്റെ പുറകെ ആരെങ്കിലും വണ്ടി ഒന്ന് പറയണേ. നിന്റെ പുറകെ ആര് വരാനായിട്ടാ? ഇവന്റെ പുറകെ വരാൻ ആളാ? എടാ, രാജൻ പി ദേവിന്റെ ഫിഗറുള്ള ഒരുത്ത മനുണ്ടാ പുറകെ. അതിനിവിടെ ഒന്നും ഇല്ലല്ലോ. അതാണ് ശൂന്യയിൽ നിന്നൊരു പറ്റിക്കല്. എന്റെ പൊന്നടോ, ഇതൊക്കെ ഇത് എവിടുന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നു നീ? നമ്മൾ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. പിന്നെ ഒരുങ്ങി അങ്ങോട്ട് ഇറങ്ങണം. എന്താ? ആ ജോൺസൺ വന്നുണ്ട്. ഏത് ജോൺസൺ? എടാ, നമ്മൾ പണ്ട് 4 പേരായിരുന്നല്ല കമ്പനി. ഞാന്, ജോൺസൺ, നീ, രാജപ്പൻ. സൈക്കിളുടെ കാരന്റെ മോൻ. ഒരു ഫുള്ള് കിട്ടിയ നമ്മൾ 4 പേര് ഒരു ഷെയർ അടിക്കൂലേ? അവനിപ്പോ എന്റെ കൂടെ കുവൈറ്റിൽ വന്നു. എന്റെ റെസ്റ്റോറന്റിൽ അവനിപ്പോ ബിഗ് ഷെഫാണ്. എന്നെക്കാളും 2 അക്ക സംഖ്യ കൂടുതൽ ശമ്പളം കിട്ടണമെന്ന് പറഞ്ഞ് ഇപ്പൊ എന്നെ കണ്ട മിണ്ടൂര് ഒടുക്കത്തെ ജാടയാണ്. എന്താ പ്രശ്നം? അവനും നമ്മുടെ ബുള്ളറ്റ് ബാബു ഇല്ലേ, ആ ബുള്ളറ്റ് നടക്കണേ, ആ ബാബു ഇവനും തമ്മിലാണ് കമ്പനി. ഇപ്പൊ നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ട ഒറ്റ കാര്യമുള്ളൂ, ബുള്ളറ്റ് ബാബുവിനെ അവനെ തമ്മിൽ തെറ്റിക്കണം. അത്രയല്ലേ ഉള്ളൂ? ബുള്ളറ്റ് ബാബുവിനെ അവനെ അവന്റെ ഭാര്യനെ തമ്മിൽ തെറ്റിച്ചു തരാം. ഓക്കെ.
ഇതെന്റെ വിധി, നിങ്ങളുടെയും. അമ്മേ ഭഗവതി, എന്നെ മാത്രം രക്ഷിക്കണേ. ഇന്നെന്റെ 20ാം വിവാഹ വാർഷികമാണ്. എന്റെ ജീവിത വിജയത്തിന് പിന്നിൽ എന്റെ ഭാര്യ ജാനകി അവൾ മാത്രമാണ്. ഈ വീടിന്റെ വിളക്കാണവൾ. ഞാനൊരു കാര്യം പറഞ്ഞാൽ തിരുവായ്ക്ക് എതിർവായി ഉണ്ടായില്ല. അത്രയ്ക്ക് ഭയമാണ് അവക്കെന്നെ. ജാനകി, ജാനകി. റേഷൻ കടയിൽ പോയി സ്പെഷ്യലായി വന്ന മണ്ണെണ്ണയും പഞ്ചസാരയും വാങ്ങാൻ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് വാചകം അടിക്കുന്നോ? എന്തിനാടി മണ്ണെണ്ണ? നമുക്ക് ഗ്യാസ് എടുക്കാൻ വേണ്ടി ഗ്യാസ്. അതെന്താ ഇപ്പഴങ്ങനെ തോന്നാൻ? നീ കുടുംബത്തിന്റെ വിളക്കല്ലേ. നീ അടുക്കളയിൽ നിന്ന് കത്തുന്നത് എനിക്ക് കാണണം. നിങ്ങൾ അറിഞ്ഞോ മനുഷ്യ, 7 വർഷങ്ങൾക്ക് ശേഷം സൗദാമിനിയുടെ കെട്ടിയോ ഗൾഫിൽ നിന്ന് വന്നു. അമ്മേ, അതിന് നിങ്ങൾ എന്തിനാ ഞെട്ടിയത്? ജാനു, അത്താഴം മുടങ്ങിയവന്റെ വിഷമം ഊണ് തരാത്തവൾക്ക് അറിയില്ലടി. ഈശ്വര, ഉണ്ണി ജയിൽ ചാടിയെന്ന്. ഇനിയിപ്പോ എന്താണോ സംഭവിക്കുന്നത്? വെട്ടൊന്ന് മുറി രണ്ടെന്ന പ്രകൃതക്കാരനാണ് അവൻ. നീ എന്നെ ഭയപ്പെടുത്താൻ നോക്കണ്ടടി. ഞാനും കരയിൽ തന്നെയാടി നിൽക്കുന്നത്. ജാനകി പറ, എവിടെയാടി ഞാൻ പോയി ഒന്ന് ഒളിച്ചിരിക്കുന്നത്? രാഘവേട്ടാ, ചെല്ല്. അവൻ എത്തും മുമ്പ് എവിടെയാണെന്ന് വെച്ചാ പോയി ഒളിക്ക്. ആരും രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഉണ്ണിയപ്പം പുറത്തു വന്നു. അതല്ല, ഉണ്ണിയപ്പം പുറത്തു വന്നൂന്ന്. ഇന്നലെ അർദ്ധരാത്രി കണ്ണൂർ സെൻട്രലിന്റെ ഉയരം കൂടിയ മതിലുകളിൽ ചാടിക്കിടന്ന് ഈ ഉണ്ണി എത്തിയിരിക്കുന്നു. എന്തിന്? നിന്നോട് കണക്ക് തീർക്കാൻ. ഉണ്ണി മോനെ, അരുത്. അദ്ദേഹം അറിവില്ലാതെ എന്തെങ്കിലും ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നീ അത് ക്ഷമിക്കണം. മാറി നിൽക്കടി. ഞാനില്ലാത്ത സമയത്ത് നീ എന്താ വീട്ടിൽ പോയിരുന്നു അല്ലേ? ഉണ്ണി, ഞാൻ വേണ്ട. പഴയ കണക്കൊന്നും ബാക്കി വെക്കുന്നവനല്ല ഈ ഉണ്ണി. ഉണ്ണി, അരുത്. ഉണ്ണി, നീ വരി. ഞാൻ ജയിലിൽ കിടന്നപ്പോ നീ എന്റെ ഭാര്യയുടെ അടുത്ത് എന്ന് അവർക്ക് അരി മേടിക്കാൻ കൊടുത്തു 150 റുപ്യ. ഞാൻ ജയിലിൽ പോണതിന് മുമ്പ് നമ്മൾ ഷെയർ ഇട്ട് അടിച്ച 350 റുപ്യ, മൊത്തം 500 രൂപ. ഞാൻ പിടി ഞാൻ കണക്ക് പറഞ്ഞ് വരലേട്ടെ. കണക്ക് തീർന്ന് പോട്ടെ അച്ചി, പോട്ടെ അണ്ണ. വൃത്തികെട്ടവൻ വെറുതെ എന്നെ കൊതിപ്പിച്ചു കളഞ്ഞു. ആ ജാനകി, വല്ലാത്ത വിശപ്പ്. നീ ചെന്ന് കഞ്ഞി എടുത്തു വെക്ക്. ആ ശരി. ഞാൻ പുറത്തു പോയി വല്ലതും കഴിച്ചിട്ട് വരാം. ചതിച്ചു അമ്മേ, ചതിച്ചു. എടാ ശ്രീകുട്ട, നീ എന്തിനിത് ചെയ്തു? മോളെ, നീ കരയാതെ. ചന്ദ്രേട്ടൻ കല്യാണിയെ കൈവിടില്ല മോളെ, വിടില്ല. നിർത്തടി. ആരാടി കല്യാണി? ആരാടി ഈ ശ്രീകുട്ടൻ? പുതിയതായി തുടങ്ങിയ സീരിയലിലെ നായകനും നായികയും അണച്ച. സീരിയല് 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 സീരിയൽ എന്നൊരു വാക്ക് ഇനി വീട്ടിൽ മിണ്ടിപ്പോകരുത്. പിന്നെ പരമ്പര മലയാളത്തിൽ പറഞ്ഞാ മതി. മോളെ രാധേ, നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോകുന്നു? അങ്ങനെ പോകുന്ന അങ്ങനെ പോയിട്ട് കാര്യമില്ല. ഈ വർഷവും നീ പരീക്ഷയ്ക്ക് തോറ്റാൽ ഏതെങ്കിലും ഒരു വായി നോക്കിയെ കൊണ്ട് നിന്നെ ഞാൻ കെട്ടിക്കും. ജാനകി, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണേ. അതേ മോളെ, നിന്റെ അച്ഛനെ കൊണ്ട് അമ്മയെ കെട്ടിച്ചതുപോലെ. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ വലുതും അച്ഛൻ അറിയുന്നുണ്ടോ? ഇന്നലെ ആ തകഴിയിൽ പ്രേംകുമാർ എന്റെ തിരിഞ്ഞെറ്റിൽ ചുംബിച്ചു. ഞാനിത് വിശ്വസിക്കില്ല. എന്തുകൊണ്ട്? കേവലം 3 അടി പൊക്കം മാത്രമുള്ള അവൻ ഇത്രയും പൊക്കമുള്ള നിന്റെ തിരുനെറ്റിയെ ചുംബിച്ചെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല. അച്ഛാ, പ്രേംകുമാറിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കി ഒരല്പം താന്നു കൊടുത്തതിൽ എന്താ തെറ്റ്? മോളെ, ഇത്രയ്ക്കായ സ്ഥിതിക്ക് എത്രയും പെട്ടെന്ന് നിന്റെ കല്യാണം നടത്താൻ ഞാൻ തീരുമാനിച്ചു. ഏതായാലും ആ ജാതകം കണിയാരെ വിളിച്ച് ഇവിടെ മോദകം ഒന്ന് കാണിക്കണം. അല്ല, ആ മോഹനം കണിയാരെ വിളിച്ച് ഇവിടെ ജാതകം ഒന്ന് കാണിക്കണം. അമ്മാവാ, അല്ല ഇതാരാ ഈ വന്നിരിക്കുന്നത്? ജാനകി നോക്കടി, ഇതാരാ വന്നിരിക്കുന്നെന്ന് നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല. മോളെ രാധേ, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ലച്ചാ, എനിക്ക് മനസ്സിലായില്ല. ആരാച്ചാ ഇത്? എനിക്കും മനസ്സിലായില്ല. ആരാടാ നീ? കിഴക്കേ പറമ്പിൽ ശാരദാമ്മയ്ക്ക് വടക്കേ പറമ്പിൽ ചെല്ലപ്പന് ജനിച്ച പടിഞ്ഞാറേ പറമ്പിൽ രഘുനാഥൻ എന്ന രവിയേട്ടൻ. രവിയേട്ടൻ അധികം ഇവിടെ നിന്ന് സംസാരിക്കണ്ട. സംസാരിച്ചാൽ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? എടാ, ക്രിസ്തുമസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചെത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. (11:30) സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. വെളുത്തൊരു പെണ്ണ് കുടി കുടിച്ചെന്ന് കള്ള്. ഇഷ്ടമല്ലടാ, എനിക്കിഷ്ടമല്ലടാ, നിന്റെ തൊട്ടനോട്ടം ഇഷ്ടമല്ലടാ. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാറ്. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്തിലൂടൻ. ഈ പരഭൂമന പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിയമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നനക്കിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂരിയെന്നാ തോന്നുന്നത്. സ്മെല്ലില്ലേ? ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ. റെഡി? ഏതാ ശോഭ, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റൊക്കെ എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யானை பண்ற இந்த திருப்பிச்ச போட்டோ பண்ணி பொட்டவங்க ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு என்கூடமாடா இதோட கூட தோறக்கோ குடும்பத்தின் அத்தனை நான் அடிக்கிற சாவு பண்ணி உடைக்க தப்பிச்சுக்கடா செல்லோ ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏർപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പ്രധാന മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. പിടികിട്ടി തങ്കപ്പറന്നടാ.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നത്? ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറിഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. ഇതാരടാ? മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണ ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. പ്രേതോത്സവം, പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? ഓ സൈനബ, അലിവുള്ള സൈനബ, അറിയാതെ എന്റെ ജീവനായതെന്തിനാണു നീ? റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലുതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ട തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ട തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ട തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ട തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
ഉള്ളവരെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഈദ് മുബാറക്. സുഖമല്ലേ? ഓ ഓ എൻ്റെ മുത്തുകൾ മേളിലായിരിക്കുന്നല്ലേ. താങ്ക് യു മിസ്. എല്ലാ പെരുന്നാളിനും ഒരു ആഗ്രഹമുണ്ട്, നാട്ടിൽ നിന്ന് നിൽക്കണം, നാട്ടിൽ ഭാര്യയുടെ മക്കളുടെ ഒക്കെ കൂടിയിട്ട് അല്ല ഉമ്മച്ചിയുടെ ഉപ്പാടെ കൂടിയിട്ട് ആഹാരം കഴിക്കണം എന്നൊക്കെ. അതൊരിക്കലും നടക്കാറില്ല. എല്ലായ്പ്പോഴും മിക്കപ്പോഴും ഈ ഗൾഫിൽ വന്നിട്ട് നിങ്ങളോടൊപ്പം കൂടാനാണ് ഭാഗ്യം വിധിച്ചിരിക്കുന്നത്. സന്തോഷമുണ്ട്. ഇന്നൊരു മട്ടൻ കഴിച്ചതാണ്. ആ ആടിനോട് ഞാൻ ഒരു ദേഷ്യവും ചെയ്തിട്ടില്ല, എന്നിട്ട് നാക്ക് കടിച്ചു അറിയാണ്ട്. അങ്ങനെ ഒരു അവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എന്താണ്, നമുക്ക് കൂടാം, നമുക്ക് അടിച്ചു പൊളിക്കാം. എന്നും ഒരുപാട് പ്രോഗ്രാമിന് വരുമ്പോഴും എനിക്ക് പേടിയില്ല. പക്ഷേ പെരുന്നാൾ സമയത്ത് മാപ്പിളപ്പാട്ടിൻ്റെ പ്രോഗ്രാം വരുമ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കലാഭവമണി കയറിയ സ്റ്റേജിൽ കയറുക എന്ന് പറഞ്ഞാൽ ആന കരിമ്പും കാട്ടി കയറിയ പോലെയാണ്. ഒരു രക്ഷയുണ്ടാവില്ല കയറുന്നതിന്. പിന്നെ മാപ്പിളപ്പാട്ടിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അങ്ങ് ഹൈ പിച്ചിലാണ് ഇവരുടെ തുടക്കം തന്നെ. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് വന്ന് മിമിക്രി കളിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് ചെയ്ത് വിജയിപ്പിക്കാൻ. പക്ഷേ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. കൊച്ചു കൊച്ചു അനുകരണങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കുറച്ചാവുള്ളൂ. സഹകരിക്കണം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എനർജി കളയാൻ വേണ്ടിയിട്ട് അവർ വീണ്ടും വരും. ഉച്ചയ്ക്ക് കഴിച്ച മട്ടനൊക്കെ ഒന്ന് ഇളക്കി കളയണ്ടേ അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. റെഡി? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഒരു നല്ല കൈയടിക്കാൻ തുടങ്ങിയേക്കാം. താങ്ക് യു. ഇപ്പോൾ ഈ മിമിക്രി എന്ന് പറയുന്ന കല വേദിയിൽ അവതരിപ്പിച്ച് വിജയിപ്പിക്കുക എന്നത് ശ്രമകരമായൊരു ജോലിയാണ്. ഞങ്ങൾ റൂമിൽ ഇരുന്ന് പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങൾ യൂട്യൂബിലൂടെ കണ്ടു കഴിയും. അത്ര ഫാസ്റ്റായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നും ചെയ്യാൻ പറ്റണില്ല. ഇത് ഏതാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഒരു കൺഫ്യൂഷനിലാണ് ഞാനിപ്പോൾ. ഞാനെന്നല്ല, എന്നെപ്പോലുള്ള എല്ലാ മിമിക്രി കലാകാരന്മാരും. എന്നാലും നിങ്ങളുടെ സപ്പോർട്ടോട് കൂടി കുറച്ച് സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. എന്നും തുടങ്ങുന്നത് പോലെ നമ്മുടെ ഏഷ്യാനെറ്റിലെ TN ഗോപകുമാർ സാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിൽ തന്നെ ഒരു തുടക്കം. അത് എല്ലാ കലാകാരന്മാർക്കും ആദ്യത്തെ പാട്ട് പാടുമ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ സ്പീച്ചിൽ തുടങ്ങുന്ന ഒരു സംഭവങ്ങളിൽ എന്ന് പറയുന്ന ഒരു മിമിക്രി കലാകാരൻ തുടങ്ങുമ്പം ഒരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം നമുക്ക് തുടക്കത്തിനാവാം. TN ഗോപകുമാറിൻ്റെ കണ്ണാടി എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ആവാം നമുക്ക് തുടക്കം. മാന്യ പ്രേക്ഷകർക്ക് കണ്ണുകടിയിലേക്ക് സ്വാഗതം. കണ്ണുകടി ആഴ്ച കടന്നു ചെല്ലുന്ന ഒരു പ്രത്യേക വിഷയത്തിലേക്കാണ്. കണ്ണുകടിയുടെ എല്ലാ എപ്പിസോഡുകളും കാണുന്ന കുറച്ച് ചെറുപ്പക്കാർ അബുദാബിയിൽ നിന്നും കത്തയച്ചിരിക്കുന്നു. അയച്ചിരിക്കുന്നത് നിസാർ, സാദിഖ്, സുബൈർ, അതുപോലെ അനിൽ, തോമസ് തുടങ്ങിയവരാണ്. അവർ എഴുതിയിരിക്കുന്നത്, ഞങ്ങൾ കണ്ണുകടി സ്ഥിരമായിട്ട് കാണുന്നവരാണ്. നിങ്ങളുടെ ഈ പരിപാടി ഇഷ്ടമാണ്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ അബുദാബിക്ക് വാടാ, കാണിച്ചു തരാമെന്നാണ് എഴുതിയിരിക്കുന്നത്. തൽക്കാലം ജീവനി പേടിയുള്ളതുകൊണ്ട് ഞാൻ വരാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ണുകടി ഇവിടെ അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇതേപോലെ നമ്മുടെ രാഷ്ട്രീയക്കാരെയൊക്കെ അനുകരിക്കുമ്പോൾ മിക്കപ്പോഴും പല മിമിക്രി കലാകാരന്മാരും ചെയ്യുന്നത്, നമുക്ക് മുമ്പുള്ള കുറേ പേരൊക്കെ ചെയ്യുമ്പോൾ കുറച്ച് കൂട്ടിയാണ് ചെയ്യുന്നത്. അതെപ്പോഴും അങ്ങനെയാണ്. ഒരു താരത്തെയോ ഒരു രാഷ്ട്രീയക്കാരെ അനുകരിക്കുമ്പോൾ അവർ ചെയ്തിട്ടുള്ള ശബ്ദത്തെക്കാളും കുറച്ച് മാറ്റിയാണ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഒരു കാർട്ടൂണിസ്റ്റ് ചിത്രം വരയ്ക്കുന്ന പോലെ അദ്ദേഹത്തിൻ്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മൂക്കോ കണ്ണോ ചുണ്ടോ ചെവിയോ താടിയോ ഒക്കെ കുറച്ച് കൂട്ടിയായിരിക്കും കാണിക്കുന്നത്. എങ്കിൽ പെട്ടെന്ന് ആ ആളാണെന്ന് നമുക്ക് തോന്നും. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടാവും. അതുപോലെ തന്നെ മിമിക്രി ആർട്ടിസ്റ്റ് ഒരു കലാകാരൻ ഇമിറ്റേറ്റ് ചെയ്യുമ്പോൾ മിക്കപ്പോഴും ഉമ്മൻചാണ്ടി സാറിനെ കാണിക്കുമ്പോൾ പലപ്പോഴും കാണിക്കുന്നത് അതാ ഞങ്ങളുടെ പാർട്ടിയുടെ എന്നൊക്കെ പറഞ്ഞ് കാണിക്കാറുണ്ട്. മിക്കപ്പോഴും ഇതൊന്നും അല്ലാതെ അദ്ദേഹം ചില മീറ്റിങ്ങുകളിലിരിക്കുമ്പോൾ, പ്രസ് മീറ്റിങ്ങിലിരിക്കുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ അവിടുന്ന് ഇവിടുന്ന് പല പത്രക്കാരും ചോദിക്കും. അപ്പോൾ അതിനൊക്കെ മറുപടി പറയുകയും വേണം. പറയുന്നത് കുഴപ്പമായി പോകാൻ പാടുമില്ല. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട് മൂപ്പർക്ക്. ഈ ചോദ്യം കേട്ടിട്ടും കേൾക്കാത്തത് പോലെ നമുക്ക് അങ്ങനത്തെ ഒരു ലൈവ് പത്രസമ്മേളനത്തേക്ക് ഉമ്മൻചാണ്ടി സാറിൻ്റെ അപ്പം അത് ഞങ്ങളുടെ ഗവൺമെൻറ് എന്ന് പറയുന്നത് ശക്തമായ ഒരു ഭരണമാണ് കാഴ്ചകൊണ്ടിരിക്കുന്നത്. എന്നാ അത് ഞാൻ പറഞ്ഞല്ലോ, ഇതൊക്കെ നിങ്ങൾ പത്രക്കാരെ ഉണ്ടാക്കി വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിനൊന്നും മറുപടി പറയേണ്ട ആവശ്യം എനിക്കില്ല. അത് ഞാനൊന്ന് പറഞ്ഞോട്ടെ ഇതൊക്കെ ഹൈക്കമാൻഡ്. നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച്
ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണ മേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയമ്പല സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് എനിക്ക് ജീവിതത്തിലേക്ക് ഒയ്യ് എവിടെ തന്നെ കണ്ണാടത്ത് കടിക്കുന്നത് എനിക്ക് ഒയ്യ് അറിയുമേലാണ്ട് ചോദിക്ക് വന്നിന് പോയില്ലേടാ അമ്മയും പെങ്ങിമാരും എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനോട് ഇങ്ങോട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പിഴയെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കാതെ ഞാൻ ഇത്തിരി തെളിക്കില്ല. എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു നേരുന്നു നേരുന്നു. നമ്മെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ കെ കരുണാകരൻ. എന്റെ അഭിലാഷം എന്നെ പറയുന്നത് എന്റെ മോനെ കുഞ്ഞുമന്ത്രായി കാരണവെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് പറഞ്ഞപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദം ഉടനായ ശ്രീ ജനാർദ്ദനൻ. നശിപ്പിച്ചു നശിപ്പിച്ചു പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നോടി നോട്ടം തന്നെ സ്വന്തം സക്കട മുന്നോടിയാണ് ഉനക്കൊന്ന് പോലീസുകാർ പൊത്തത് വറ 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 വീട്ടുകുറുന്നത്. മലയാള സിനിമയിൽ
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ, നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. ഇവിടെ എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ, ക്രിസ്മസിനുള്ളതാന്നത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടിയ ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. അണ്ണാ, ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ, ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. പതിനൊന്ന് 30 സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. നീലാകാശ ചെരുവിൽ നിന്നെ കാണാൻ വെൺതാരമായി നീളേ തെൻപൂവിൽ നിന്നെ തേടാം തേൻ തുള്ളിയായി മുത്തനിലമ്മയ്ക്ക് പൂവിറങ്ങി മുറ്റത്തെ മുല്ലയ്ക്ക് പോന്നിറങ്ങി ഇന്നീ പെണ്ണിൻ കല്യാണമല്ലി മുഞ്ചത്തി മണിക്ക് കല്ലാടി റിങ്കിൻ താമരപ്പുന്തേനി താഴ്ത്തു നോക്കാതെ നിന്റെ പൂമണി പൂട്ടാതെ വെളുവെളുത്തൊരു പെണ്ണ് റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറി പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് നീ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
അടുത്തൊരു പ്രോഗ്രാമിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ അറിയിപ്പുണ്ട്. ഒരു മൊബൈല് കളഞ്ഞു പോയിട്ടുണ്ട്. നോക്കിയുടെ ചെറിയൊരു സെറ്റാണ്. അത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബാക്ക് സ്റ്റേജിൽ ഏൽപ്പിക്കണം. ഇന്നത്തെ കാലത്ത് ഒരു മൊബൈൽ കളഞ്ഞു പോകാന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. എന്നാലും നമുക്ക് അത്യാവശ്യം വേണ്ട ചില നമ്പറുകൾ ഉണ്ടാവും. അതാണ് പ്രശ്നം. അപ്പൊ അത് ആർക്കെങ്കിലും അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്താണോ മൈക്ക് ചെക്ക് ചെയ്താണ്. മൈക്ക് ചെക്ക് ചെയ്താണോ ഇത് മതി എന്ന് പറയുന്നത്? അല്ലെന്ന് ഞാനിത് മൈക്ക് ചെക്ക് ചെയ്താണ്. ഇത് മതി. അത് ശരി. ആരാ? ഞാൻ ഇവിടെ പരിപാടിക്ക് വന്നതോ? മിമിക്രി ചെയ്യാൻ വേണ്ടി വന്നാണല്ലോ ഇവിടെ. ഞാന് അല്ലല്ല, ഇവിടെ വേറെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അല്ല ശരിക്കും ഞാനല്ല ഇവിടെ. ഞാൻ വരണ്ടേ? അല്ല ഞാനല്ല. ഞാൻ ഞാനാക്കി. ഞാനല്ല. ഞാൻ ഇവിടുത്തെ ഞാനല്ല. എന്തെത്താണ്ടോ പറയുന്നത്? ഞാനല്ല ഇവിടെ വരണ്ടേ. ഇന്ന മിമിക്രിയിൽ ഞാനാക്കി. എന്റെ ഗുരു ഇവിടെ വന്നിക്കണേ. നിന്റെ ഗുരു ഓനാണ് ഇവിടെ വരണത്. ശരി, അപ്പൊ ഈ അല്ല വരണ്ടേ? ഞാനല്ല. ഓൻ ഇവിടെ അടിച്ചുപോലെ ഒരു പാട്ട് വെച്ചെടുത്ത ഓൻ ഇവിടെ വരും. ഒരു പാട്ട് വെച്ചു കൊടുക്കും. ഒരു അടിപൊളി പാട്ട് വെച്ചു കൊടുക്കും. ഇന്നലെ വരും. ഇവിടെ ചങ്ങായി കമ്പനിക്കാരാ. ഇണക്കിളികൾ കുക്കുരുമാനായി ഇത മണിയറ കേറുന്നേ. ഇഷ്കിന്നിതളുകൾ വിരിയാനായി ഇനി ഞങ്ങൾ ആശംസ നേരുന്നേ. ഇണക്കിളികൾ നെഞ്ഞുന്തി പോണ്ട. ആരാണ്? മിമിക്രിയിൽ എന്റെ ഗുരു. ഗുരുവാണല്ലേ? ബൻ പറഞ്ഞാല് ചെറുപ്പം മുതലുള്ള ബന്ധാണ് ഞാൻ ഇവനായിട്ട്. ഇവൻ പറഞ്ഞാല് ഇവൻ ചെറുപ്പത്തിൽ ഇവൻ ചെറിയ കുട്ടിയാണ്. ഞാൻ പറയും ചെറുപ്പത്തിൽ ചെറിയ കുട്ടിയായിരിക്കല്ലോ. ഇവന്റെ അടുത്ത കമ്പനിക്കാരൻ ചെറുപ്പം മുതൽ ഇവന്റെ വീട് എന്റെ വീടല്ല. ഇവന്റെ വീട് എന്റെ വീടല്ല. എന്റെ വീട് ഇവൻ കിടന്നുറങ്ങണ എന്റെ പായൽ ഞാൻ പാത്രത്തിൽ ചോറിനിട്ട് അങ്ങനത്തെ ബന്ധാണ് ഞാൻ. പേരെന്താ? അല്ല ഞാൻ പറയടാ. അത് ഞാൻ പറയട്ടെ. എന്താ പേരെന്താ? ബെന്റെയോ? എന്റെ പേരെന്തേനാടാ? എന്റെ പേരെന്തേനു? എല്ലാ കുട്ടിയാണല്ലോ ആളെ വിളിച്ചാൽ ഇൻസൾട്ടർ ആക്കുക. അവിടെ കുട്ടികളൊന്ന് ഇൻസൾട്ടർ ആക്കണെങ്കി ഇതിന്റെ ആളാണ്. മിമിക്രിന്റെ ടോപ്പ്. അത് ശരി. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കും. ഇഷ്ടംപോലെ ഒരളുണ്ടാക്കുന്ന ആളല്ലേ? ഒരലല്ല, ഒലക്ക ഉണ്ടാക്കുവോ? ചെങ്ങായി നമ്മള് കൊരലും കൂറ്റന്നെ എടുക്കൂലേ? കൂറ്റൊക്കെ എടുക്കൂലേ? കൊരലും കൂറ്റോ? എന്താ മിമിക്രിന്റെ പറയില്ലേ? വോയിസിനാ പറയുന്നത്. നമ്മളവര് യോ പ്രോട്ടീൻ നമ്മളെ ഉൾനാടാണല്ലോ. ഉൾനാട് ലോക്കൽസ് ആണ്ടാ. സിറ്റി ഏരിയയിലേക്ക് വരും. സിറ്റി ഏരിയ. ഓ അത് ശരി. ഇയാളെ സൗണ്ട് ഉണ്ടാക്കും. മറ്റേ ഇടയ്ക്കാന്ന് പീടിയന്റെ അയാളെ പേരെന്താ? വയസ്സായിട്ട് ഒരാളില്ലേ? കഷണ്ടിയായിട്ട്. അല്ലു അർജുൻ അല്ലടാ. മറ്റേ മൂപ്പർ ഇങ്ങനൊക്കെ പറയും. അവരുമായിട്ട് സംസാരിക്കണം. ചില്ലറ കാര്യല്ലടാ. ഞാനാണ് കറക്റ്റ് ഉണ്ടാക്കല്. ഞാനാണ് ഇന്ന കൂട്ടിക്കൊണ്ടോ നിക്ക് വലിയ ആളെ മെയിൻ ആവുകയാണെങ്കിൽ ഒക്കൊട്ടിയെ എടുക്കുമ്പോ ഞാൻ അത് പറയാന്നാല് മുരളീന്റെ കുരലെടുക്കും. പിന്നെ അനൗൺസ് ചെയ്യുമ്പോ ഞാൻ മുരളിന്റെ കുരലെടുക്കും. ശബ്ദം എടുക്കും. ഞാൻ അത് പറയാന്നാല് മുരളീന്റെ നിങ്ങളെ ശബ്ദത്തിൽ അനൗൺസ് ചെയ്യുമ്പോ പ്രിയമുള്ളവരെ, മലയാള സിനിമയ്ക്ക് ഒട്ടനവധി കരുത്തുറ്റ കഥാപാത്രങ്ങളെ സംഭാവന ചെയ്ത ഒരു മഹാനടനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അത് മറ്റാരുമല്ല, ഭരത് മുരളി. ചെമ്പക്കുളം തച്ചൻ, അമരം തുടങ്ങിയ സിനിമകളിലൂടെ മലയാളി മനസ്സിലേക്ക് ചേക്കേറിയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരേ ഒരു നടൻ ഭരത് മുരളി. ഒരു നിലച്ചിരിക്കാത്ത പകലിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മലയാളത്തിന്റെ സ്വന്തം അഭിനയ ചക്രവർത്തി ഭരത് മുരളി. മുരളിയെ കുറിച്ച് പറയുക. വർക്ക് ചെയ്യാൻ സമ്മതിക്കൂലേക്ക് ഇവിടെ ഇന്ന് ഉയരത്തിക്ക് സമ്മതിക്കാതെ ഇന്ന് ഫീൽഡിൽ നിന്ന് ഔട്ടാക്കലാക്കി. ഈ ഒരു വർക്ക് എന്താ ഈ സമ്മതിക്കാത്ത? ഇവനറിയോ? ഇപ്പൊ നമ്മളെ പെരയിൽ മീൻ പൊരിച്ചതിനെ മണം വരുമ്പോ നമ്മളെ പെരലേ പാങ്ങി വരുന്ന രണ്ടൈല പൊരിച്ചൊക്കെ മിണിക്കാൻ എന്റെ പെരല് എന്നിട്ട് നമ്മളെ ബാപ്പൊക്കെ വെച്ച രണ്ട് പിന്നാളെ കഞ്ഞാളെ കട്ടുകൂട്ട കള്ളനാണ് പേ. എന്നിട്ട് ഇപ്പൊ വന്നു കഴിഞ്ഞാല് ഇപ്പൊ കട്ടിലിന്റെ ഉള്ളിൽ ഞാൻ നിലത്താണ് കിടക്കുക.
മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആരാ? ജയൻ. ജയൻ. അദ്ദേഹത്തെ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് 2 താരം കൂടി മലയാള സിനിമയിലെത്തി. ഇത് ആ 2 താരത്തിനോട്, അത് ഒന്ന് ഭീമൻ രഘു, ഒന്ന് ജഗദീഷ് സാർ. അപ്പൊ ഇവർ രണ്ടുപേരോടും ഞാൻ പറഞ്ഞു, ജയൻ ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടാണ് നിങ്ങൾ രണ്ടുപേരും സിനിമയിലെത്തിയെന്ന് പറഞ്ഞപ്പോൾ അവര് തർക്കിച്ചു. ഇല്ല, ഒരിക്കലും ഇല്ല എന്ന് പറഞ്ഞു. ഞാനത് പ്രൂവ് ചെയ്ത് കൊടുത്തു. അത് ഇപ്രകാരമാണ്. ആദ്യം ജയന്റെ സംഭാഷണത്തിലേക്ക് കിടക്കാം, അതിനുശേഷം ആക്ഷൻ. ഞാൻ കാണിക്കുന്നത് ആക്ഷനാണ്. ആദ്യം ജയന്റെ സംഭാഷണം. അവിടെ നിൽക്കും. പുള്ളി ഇമിറ്റേറ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. ചൂയിങ് എടുക്കാൻ നന്നായിട്ട് ചവയ്ക്കുക. അപ്പൊ കറക്റ്റ് ജയനായി. വീട്ടിൽ പോടാ, എടാ വീട്ടിൽ പോകാൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചവച്ച് തുപ്പിയാൽ മതി. ഇനി ഭീമൻ രഘുവിന്റെ ശബ്ദം. വരണം മിസ്റ്റർ എന്ത് ചൂടൻ. ഈ പൂമന പണ്ട് പാലക്കാട് വിക്ടോറിയ കോളേജ് മുതൽ കണ്ണൂർ കോട്ട മൈതാനം വരെ പട്ടിയെ തള്ളിയമാര് തള്ളിയതാ. കുറെ കാലമായടാ കൈയും കാലൊക്കെ നടക്കിയിട്ട്. ഇത്രയും പറയും. ലാലേട്ടന്റെ എന്നൊക്കെ വേഷടിയുമായിരിക്കും പോകും. ഇതാണ് എല്ലാ സിനിമകളിലും. ഇനി ജഗദീഷ് ചേട്ടൻ. ചേട്ടൻ കാര്യമായിട്ട് പറഞ്ഞതാണോ എനിക്കിട്ടൊന്ന് താങ്ങിയതാണോ? നിങ്ങൾക്കറിയില്ലല്ലോ. കാക്ക തൂരിയെന്നാ തോന്നുന്നേ, സ്മെല്ലില്ലേ? ഇത് പോകും. ഇനി ഞാൻ കാണിക്കാൻ പോകുന്ന ആക്ഷനാണ്. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടി സ്പീഡ് ജഗദീഷ്. ഇത് കാണിച്ചപ്പോ പുള്ളിക്കാരൻ പറഞ്ഞു അല്ലാന്ന് പറഞ്ഞു. കാണിച്ചു കഴിഞ്ഞപ്പോ പുള്ളിയും പറഞ്ഞു നീ പുറത്ത് ആരോടും പറയണ്ട, അത് സത്യം തന്നെയാണ്. ഞാൻ കാണിക്കാം. ആദ്യം ജയൻ, അല്പകൂടെ സ്പീഡ് ഭീമൻ രഘു, കുറച്ചുകൂടെ സ്പീഡ് ജഗദീഷ്. റെഡി? കുട്ടികൾക്ക് വളരെ പ്രിയങ്കരനായ ആ മജീഷ്യൻ മുരുകാടിന്റെ ശബ്ദം നമുക്കൊന്ന് കേൾക്കാം. വിഷ്ണു, മാജിക് എന്ന് പറയുന്നത് ഒരു ജാലവിദ്യയാണ്. റൈറ്റ്? വിഷ്ണു അങ്കിളിന്റെ കൈകളിലേക്ക് നോക്കുക. അങ്കിളിന്റെ കയ്യിൽ 10 രൂപ പോലുമില്ല. റൈറ്റ്? വേണിച്ചേട്ടന്റെ പോക്കറ്റിൽ ഒരു 10 രൂപ. ഇത് അങ്കിൾ വന്നപ്പോഴേ നോട്ടമിട്ടിരുന്നു. വിഷ്ണുവിന്റെ പോക്കറ്റിൽ ഒരു 100 രൂപയുമുണ്ട്. ഇതും അങ്കിൾ നോട്ടമിട്ടിരുന്നു. ഇനിയാണെങ്കിൽ മാജിക് കാണിക്കാൻ പോകുന്നത്. അങ്കിൾ 1, 2 തുടങ്ങി 10 വരെ എണ്ണുമ്പോഴേക്കും ഈ 2 നോട്ടും അടിച്ചു മാറ്റി അങ്കിളിന്റെ കീശയിലാക്കിയിരിക്കും. എന്നിട്ട് ഈ ഫ്ലോർ വിട്ട് ഓടിപ്പോയി ഫുഡ് മുട്ടയും കഴിക്കും. ദിസ് ഇസ് മാജിക്. മാജിക് എന്ന് പറഞ്ഞാൽ ഒരു അടിച്ചു മാറ്റി പ്രക്രിയയാണ്. താങ്ക് യു. പ്രേമൻ തിരുവനന്തപുരത്തുകാരനാണ്. അദ്ദേഹത്തിന് വേറൊരു ശൈലിയാണ്. ഏത് ഡയലോഗ് പറഞ്ഞാലും താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കും ഡയലോഗ് ഡെലിവറി. ഇപ്പൊ ലൊക്കേഷനിലൊക്കെ വെച്ചിട്ട് ചേട്ടാ ഇന്ന് നല്ല ബിരിയാണി ഉണ്ട്, നിങ്ങൾക്ക് 10 ലക്ഷം രൂപ ലോട്ടറി അടിച്ചത് കേട്ടല്ലോ. അങ്ങനെ താല്പര്യമില്ലാത്ത രീതിയിൽ ഡയലോഗ് പറഞ്ഞാൽ കറക്റ്റ് പ്രേമൻ ചേട്ടനാവും. പക്ഷേ ആ വട്ടി കൊണ്ടുള്ള ഏർപ്പാട് അത്ര ശരിയായില്ല കേട്ടോ. വട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് വയ്ക്കുന്ന പോലെ ഇവിടെ കൊണ്ടുപറിക്കുന്ന കുട്ടികളുണ്ട് എന്ന് കൂടി എഴുതി വയ്ക്കുന്നത് വളരെ നന്നായിരിക്കും. എന്നാ പിന്നെ ഞാനങ്ങോട്ട് ബിന്ദു പണിക്കർ. റെഡി? എടാ അശോക, എനിക്ക് നിന്നോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെ അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. താങ്ക് യു. പ്രകാശ് രാജ്. எனக்கு யானை பண்ற இந்த திருப்பிச்ச போட்டோ பண்ணி பொட்டவங்க ஒரு கம்ப்யூட்டர் பண்ண கையில வச்சு எனக்கு என்கூடமாடா இதோட கூட தோணக்கோ குடும்பத்தை அத்தனை நான் அடிக்கிற சாவு பண்ணி கொடுக்க தப்பிச்சுக்கடா செல்லோ ശ്രീ ജനാർദ്ദന വില്ലൻ കഥാപാത്രമായപ്പോ പുള്ളിയുടെ ശബ്ദം. നല്ല നല്ല ഏർപ്പെട്ട കർത്താവ് ഇട ഈ സ്വീകരിക്കാരുടെ പ്രധാന മഹാശബ്ദങ്ങളാണ്. ഇപ്പോ കൊമേഡിയൻ ആയപ്പോ ശബ്ദത്തിന് ഒരുപാട് രൂപാന്തരം പ്രാപിച്ചു. കൊമേഡിയൻ ആയപ്പോ ഉള്ള ശബ്ദം വേറെയാണ്. ഓ പിടികിട്ടി തങ്കപ്പറന്നടാ.
wonderful team from Vodafone Comedy Stars, Team Mars, delivering for you the comic notes, very special for the wonderful people of Malappuram. Ready? പോരാ നമ്മുടെ എനർജി ഒക്കെ പോയി ഒന്ന് കൈയടിച്ചേ. Wow, thanks a lot. നമ്മൾ ഇഷ്ടപ്പെടുന്ന ടെലിവിഷൻ ചാനലുകളിൽ ഓണമായാലും ക്രിസ്മസ് ആയാലും അതാത് ദിവസങ്ങളിലെ പ്രോഗ്രാമുകൾ നേരത്തെ കൂട്ടി ടെലിവിഷൻ സ്ക്രീനുകൾ വഴി അറിയിക്കുക പതിവാണ്. ഇവിടെ ഒരു ചാനലിലെ തിരുവോണ ദിവസത്തെ പ്രത്യേക പരിപാടി. ഹായ് വ്യൂവേഴ്സ്, എല്ലാ മാന്യ പ്രേക്ഷകർക്കും ദേശീയാനെറ്റ് ചാനലിന്റെ ഓണാഘോഷ പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോ എല്ലാവർക്കും അറിയാം, ഇന്ന് തിരുവോണമാണ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമരുളാൻ നമ്മുടെ മഹാബലി തമ്പുരാൻ ഇതാ എഴുന്നള്ളുന്നു. കാണാൻ ചേലാണ് എന്തുവാടെ ഈ പാട്ട് എടുത്തിരുന്നേ? എടാ ക്രിസ്മസിനുള്ളതാണത്. ഓണത്തിന്റെ പൂക്കളം എടുത്തിട്ടെ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ് വന്നണഞ്ഞല്ലോ. മൈലഞ്ചി കൈ പിടിക്കാൻ വരുന്ന നേരം നിന്റെ സുന്ദര പൂമുഖം മറഞ്ഞിടല്ലേ. മുഞ്ചത്തിയെ പുതുമണവട്ടിയെ നിന്റെ മംഗല്യരാവ്. മഹാബലി. ആര്? ഞാൻ. ചേട്ടാ, ഇത് ആരടാ ഈ കരിമ്പൂത്തിനെയൊക്കെ മാവേലിയാക്കിയത്? അത് സാറേ, ഈ നല്ലതിനൊക്കെ വേറെ ചാനലുകാർ കൊണ്ടുപോയി അവസാനം കിട്ടി ഒന്നിനെ ഇവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ട്. കഷ്ടം. ഞാൻ എന്താ ചെയ്യണ്ട ഇവിടെ? നീ ഒന്നും ചെയ്യണ്ട, നീ വാ അനക്കിയാ മതി, ഞങ്ങൾ ഡബ് ചെയ്ത് കയറ്റിക്കോളാം. ഞാൻ മഹാബലി തമ്പുരാൻ മാനവരാശിയുടെ നന്മയ്ക്കായി നിങ്ങൾക്ക് നേരുന്നു ഓണാശംസകൾ. നിർത്തറ ഓണാശംസകൾ. ഈ പൊന്നോണ നാളിലെ പരിപാടികൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ചേട്ടാ, ഇന്നൊരു ദിവസം ഞാനിവിടെ കിടന്നോട്ടെ. മോനെ മനസ്സിലെട്ടു പൊട്ടി. അയ്യോ, ഇന്നിവിടെ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അത് കുഴപ്പമില്ല. മോനെ മനസ്സിൽ മറ്റൊരു ലഡു പൊട്ടി. നല്ലതരം ലഡുകൾക്ക് സമീപിക്കുക ചുപ്രു അണ്ണാച്ചി. 10 രൂപയ്ക്ക് ചുപ്രു അണ്ണാച്ചിയുടെ 2 ലഡു. (11:30) സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന പ്രേതോത്സവം. ഇന്നു രാത്രി 9 മണിക്ക് സീരിയൽ താരങ്ങൾ പങ്കെടുക്കുന്ന സീരിയസ് പരിപാടി പ്രേതോത്സവം. ഇന്നത്തെ എപ്പിസോഡ് മാറ്റി വയ്ക്കാൻ എത്തുന്നത് റീന ആന്റണി നയിക്കുന്ന ടീം സാമ്പാറിന്റെ അതിശയിപ്പിക്കുന്ന പ്രകടനം. കാട്ടിലെ മുളല് കേട്ടെ, ഇങ്ങേ കാട്ടിലെ മുളല് കേട്ടെ, കാട്ടല കണ്ടല്ല മുളുന്ന സിംഹത്തിൽ വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ, വെള്ളാരം കണ്ണുള്ള വെള്ളി മൂങ്ങ. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന സ്നേഹമുറങ്ങി, കനലായി എരിഞ്ഞ സന്ധ്യ മയങ്ങി, മുകിൽ കാട്ടിൽ നിന്നും മഴയായി പൊഴിഞ്ഞ രാഗമലിഞ്ഞു, മിഴിനീരറിഞ്ഞു. റീന ആന്റണിയുടെ ഈ പെർഫോമൻസ് കഴിഞ്ഞപ്പോ പ്രേതോത്സവത്തിന്റെ സ്റ്റുഡിയോ ഫ്ലോർ തകർന്നു വീണ് 9 ആഴ്ചത്തേക്ക് ഷൂട്ടിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ക്യാമറമാൻ അർത്തിക്കുട്ടിക്കൊപ്പം ബിജു. 11 മണിക്ക് സ്ത്രീ പ്രേക്ഷകരുടെ ഇഷ്ട പരമ്പര. ഇത് അഞ്ജലി. ജീവിതത്തിന്റെ ദുഃഖങ്ങൾ ഉള്ളിലൊതുക്കി കഴിയുന്നവൾ. നെഞ്ചിൽ നെരിപ്പോടുമായി അവൾ ഈ വീടിന്റെ ഉമ്മറത്ത് നീറിപ്പുകയുകയാണ്. ആര് പറഞ്ഞടി ഈ തറവാട്ടിലെ ചിരട്ടത്തവി എടുക്കാൻ? ഇരട്ട പറ്റ നിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ലേ ചിരട്ടത്തവി എടുക്കരുതെന്ന്? അമ്മേ, ഞാൻ ഈ തവി കൊണ്ടൊന്ന് കഞ്ഞി ഇളക്കിക്കോട്ടെ അമ്മേ. വേണ്ട, ഇവിടെ താടി ചിരട്ടത്തവി. അമ്മേ, അമ്മയ്ക്ക് എന്നോട് ഒരു ദയം തോന്നുന്നില്ലേ? എടി, ദയ കാണിക്കാനും കണ്ണീരൊലിപ്പിക്കാനും സോഫിയല്ല ഞാൻ. കഴിവും തന്റെ ഇടവും ചെകുത്താന്റെ സ്വഭാവവുമുള്ള ഗ്ലോറിയാടിയ ഞാൻ. തൊട്ടു പോകരുത് ഈ ചിരട്ടത്തവിയല്. ഭവാനി ആ ചിരട്ടത്തവി തിരികെ നൽകുമോ? അഞ്ജലിക്ക് ഇനി ചിരട്ടത്തവിയിൽ തൊടാൻ ഭാഗ്യമുണ്ടാകുമോ? ഇതുപോലെ ഉത്തരം കിട്ടാത്ത പൊട്ടൻ ചോദ്യങ്ങൾക്ക് ഉത്തരമേകുവാൻ തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ ചിരട്ടത്തവി. തിങ്കൾ മുതൽ വെള്ളി വരെ നിങ്ങളുടെ സ്വന്തം ചാനലിൽ മറക്കാതെ കാണുക. കുടുംബ പ്രേക്ഷകരുടെ ക്ഷമയുടെ വള്ളിക്കെട്ട് പൊട്ടിച്ചുകൊണ്ട് കുടുംബസമേതം
ജയൻ വേണ്ടേ അല്ലേ? ജയൻ സാറിന്റെ ശബ്ദം ആദ്യം പരിചയപ്പെടുത്തരാ. എല്ലാരും ചെയ്യുന്നൊരു ശബ്ദമുണ്ട്, ഇത് കിട്ടിയിരുന്നെങ്കിൽ അതാകാമായിരുന്നു. ഇങ്ങനെ ഒരു സിനിമയിൽ ജയൻ സാറ് ശബ്ദം ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം സിനിമയിൽ ഉപയോഗിച്ചൊരു ശൈലി ചെയ്യാണ്. ആ ശൈലി ഇഷ്ടപ്പെട്ട ഒന്ന് കൈകരിക്കണം കേട്ടോ. വേറെ ഒന്നല്ല, കഥയ്ക്കുന്നുണ്ട്, കഥച്ചു പോയാൽ കഥച്ച ജയൻ. ഇരുമ്പഴികളുടെ ഡയലോഗ്. സൈനബ, എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചു. ഈ കട്ടലിനെ വിളിക്കണമെങ്കിൽ ഞാൻ സത്യം ചെയ്യുകയാണ് സൈനബ. എന്നെ രക്ഷിക്കാൻ നീ നിന്റെ കുഞ്ഞിനെ വിലപിച്ചെങ്കിൽ ഈ 40,000 കുഞ്ഞുങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ ഞാൻ എന്റെ ജീവൻ നടത്താൻ തയ്യാറാണ് സൈനബ. അതേപോലെ തന്നെ സത്യമാഷ് ഡയലോഗ് കൈകാര്യം ചെയ്തിരുന്നത് സ്റ്റൈലാക്കിയല്ല എന്നുള്ളതാണ്. നമ്മളെ വീട്ടിൽ പോയിട്ട് അമ്മയെ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയും, നമ്മളത് സ്റ്റൈലാക്കി പറയില്ല. ഇപ്പൊ ഞാനിപ്പോ എന്റെ അമ്മേനോട് പറയും, അമ്മ ദാഹിച്ചിട്ട് വയ്യ ഒരു ഗ്ലാസ് വെള്ളം എന്താണ്. ഇത് മലയാള സിനിമയിലെ എല്ലാ നടന്മാരും ഡയലോഗ് കൈകാര്യം ചെയ്യുന്നത് സ്റ്റൈലാക്കിയാണ്. പക്ഷെ സത്യമാഷ്ടാണ് ഒറിജിനലായിട്ട് ചെയ്തത്. ഒരു ക്ലാസ് മുഖേന ഞാനിവിടെ അവതരിപ്പിക്കുകയാണ്. പ്രേംനസീർ സാറ് വെള്ളത്തിന് വെച്ചാൽ എങ്ങനെ ഉണ്ടാവുക? എല്ലാവരും സ്റ്റൈലാക്കി ചോദിക്കുക. അമ്മേ, ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മയെ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് മധുസാറി ചോദിച്ചാൽ കണ്ടോ, അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മ. ഇത് ജയൻ സാറി ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് സുരേഷ് ഗോപിയോടും ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. ഇത് ലാലേട്ടൻ ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. ഇത് മമ്മൂക്ക് ചോദിച്ചാലോ, അമ്മേ ദാഹിച്ചിട്ട് വയ്യമ്മേ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. പക്ഷെ ഇതേപോലെ ഒന്നുമല്ല സത്യമാഷ് കൂളായിട്ട് നമ്മളെ അമ്മേനോട് കൂടി പറയുന്നിട്ട് ഒരു മസിലും പിടിക്കാൻ അമ്മ എനിക്ക് വേണ്ട. മറ്റോലൊക്കെ സ്റ്റൈലാക്കാം നോക്കെ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ അമ്മേ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മേ ദാഹിച്ചിട്ട് വയ്യ, എനിക്ക് ഗ്ലാസ് വെള്ളം താ. അമ്മ ദാഹിച്ചിട്ട് വയ്യമ്മ, എനിക്ക് ഗ്ലാസ് വെള്ളം. അമ്മ എനിക്ക് വെള്ളം താ. അതുകൊണ്ടാണ് സത്യൻ മാസ്റ്റർക്ക് പകരം വെക്കാൻ മലയാള സിനിമയിൽ മറ്റാരുമില്ല എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നസീർ സാറിന് ഒരു പ്രത്യേകതയുണ്ട്, ചിരിക്കുന്നത് കരയുന്നതും ഒരേപോലെയാണ്. അദ്ദേഹം ചിരിച്ചിരുന്നത് എങ്ങനെയാന്ന് നോക്കിയേ. എന്റെ അമ്മണിക്കുട്ടി ഒന്ന് ചിരിച്ചേ. അയ്യോ അങ്ങനെയല്ല, പെൺകുട്ടികളായാൽ പൊട്ടി പൊട്ടി ചിരിക്കണം. ഇതാ ഇങ്ങനെ മണ്ടിപ്പെണ്ണേ. ഇതേപോലെ തന്നെയാ കരയ. അന്തപ്പുരം എന്ന ഈ ശബ്ദം മറന്നു പോകുന്നത് നിങ്ങളടുന്ന്. അന്തപ്പുരം എന്ന ചിത്രത്തില് ജയൻ സാറ് നസീർ സാറിന്റെ മടിയിൽ വെച്ച് മരിക്കുന്നവര് അങ്ങോട്ട് നോക്കാം. ബാബു അല്ല പറയാണ്, രാജൻ ഞാൻ എന്നെ വിട്ടു പോവുകയാണ് രാജൻ. ബാബു എന്നെ വിട്ടു പോകരുത് ബാബു. രാജൻ എന്റെ പെങ്ങളെ ഞാൻ നിന്റെ അടുത്ത് ഏൽപ്പിക്കുകയാണ് രാജൻ. ബാബു രാജൻ. ഇപ്പൊ ജയൻ മരിക്കുക. പിന്നെ നസീർ സാറ് ബാബു ബാബു ബാബു. ആ താളവട്ടത്തിലെ സംഭാഷണമൊക്കെ നമ്മൾ ഒരിക്കലും മറക്കൂല. അതുപോലെ തന്നെ ചിത്രത്തിലൊരു ചിരിയുണ്ട്, വെള്ളടിച്ച് പറയുന്നൊരു ഡയലോഗുണ്ട്. ഓർമ്മ ഉണ്ടെന്നറിയില്ല, ചെയ്തു നോക്കാം. കാര്യങ്ങൾ ഇത്ര നിസ്സാരമായ സ്ഥിതിക്ക് ഞാനൊരു സത്യം തുറന്നു പറയാൻ പോവാ. ഞാൻ ആരുമല്ല. ആരും അതെന്താ വിഷ്ണു? അതല്ല, ഞാൻ ആരുമല്ല. ഒരു സംശയം ചോദിച്ചോട്ടെ, ഈ കസന്തി ജന്മനാണ് ഇങ്ങനെയായിരുന്നോ? എന്താ വിഷ്ണു ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അതല്ല, സാറേ
എൻ്റെ നമസ്കാരം. സമയക്കുറവെല്ലാം ഞാൻ കുറച്ച് ഐറ്റംസ് മാത്രമാണ് അവതരിപ്പിക്കുന്നത്. എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കണം. ഒന്ന് കൈയടിക്കും. ആദ്യമായി ഒരു കല്യാണമേളത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുന്നു. ഒരു കുഞ്ഞിനെ ഓർക്കാൻ പാടുപെടുന്ന അമ്മ. മലയാള സിനിമയിലെ ഒരു ഹാസ്യ നടി കൽപ്പന. എന്റെ വിളിയുമ്പോൾ സ്വാമി ഇതിനോട് പറഞ്ഞ മനസ്സിലാക്കത്തില്ലയോ? ഇതിനോട് ജീവിച്ചെനിക്ക് ഒയ്യ്, എവിടെ തന്നെ കണ്ണാടത്ത് കാണിക്കുന്നത് എനിക്ക് ഒയ്യ്. അറിയുന്നതിലാണ്ട് എനിക്ക് വന്നിന് പോയില്ലേടാ മെമ്പെങ്കിമാരും, എനിക്ക് ഒയ്യ. നന്ദനം എന്ന ചിത്രത്തിലൂടെ പ്രശസ്തി നേടിയ നടി നവ്യ നായർ. ഒരു പാഴ്മോഹം എന്റെ പൊട്ട മനസ്സിൽ തോന്നിയപ്പോ ഞാനവിടെ ഇന്നിട്ടാ വന്നത്. എന്തിനായിരുന്നു ഈ പാവം പെണ്ണിനെ സ്വപ്നം കാണിച്ചത്? എന്നും കെടാണ്ട് ഞാൻ ഇത്തിരി തെളിക്കാതെ എടുത്താക്കിയിട്ട് വെളിച്ചത്ത് നിശ്ചയിക്കണ്ട. എനിക്ക് കാണാൻ ഈ മുഖം. അതായി ഇപ്പോഴത്തെ നമ്മുടെ പ്രതിപക്ഷ നേതാവും മുൻ മുഖ്യമന്ത്രിയുമായിരുന്ന ശ്രീ PS അച്യുതാനന്ദൻ. വളരെ വ്യക്തവും ശക്തവുമായി പറയുകയാണെങ്കിൽ ഈ കേബിൾ വിഷന്റെ വാർഷികാഘോഷത്തിന് എന്റെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേരുന്നു. നമ്മയെല്ലാം വിട്ടുപിരിഞ്ഞ ലീഡർ ശ്രീ K. കരുണാകരൻ. എന്നെ അഭിലാഷം എന്ന് പറയുന്നത് എന്റെ മോനെ തിരുമന്ത്രായി കാരണമെന്നാണ്. അത് സാധിച്ചില്ല. ജയ് ഗുരുവായൂരപ്പ. മലയാള സിനിമയിലെ കൽപ്പനയെ പോലെ മറ്റൊരു ഹാസ്യ നടി ബിന്ദു പണിക്കർ. ഏട്ടാ അശോക, നിനക്കറിയോ, പണ്ട് ഞാൻ കോളേജിൽ പഠിക്കുമ്പോ എനിക്കായിരുന്നു ക്ലാസ്സിൽ ഫസ്റ്റ്. പക്ഷെ റിസൾട്ട് വന്നപ്പോ ഞാൻ തോറ്റു. അതെങ്ങനെയാ? അവറ്റകൾക്ക് എന്നോട് സ്നേഹമില്ലല്ലോ. എന്താരും ഒന്ന് കൈയടിക്കത്? ഒന്ന് കൈയടിക്ക. അടുത്തായിട്ട് മലയാള സിനിമയിൽ ഒരു വേറിട്ട ശബ്ദത്തിന്റെ ഉടനെയാണ് ശ്രീ ജനാർദ്ദനൻ. പട്ടച്ചാരായം കൊണ്ട് കൊട്ടാരം നശിപ്പിച്ചു. തമിഴിലെ സൂപ്പർ സ്റ്റാർ വിജയ്. നമുക്ക് മുന്നാടി നോട്ടം തന്ന സേക്കട മുന്നാടിയാണ് ഉനക്കൊന്ന് പോലീസുകാർ പൊത്തത്. വീട്ടേക്കുറന്തന്നത്. മലയാള സിനിമയിൽ